നമ്മുടെ സഭ മുഴുവനിലും നിറയപ്പെടുവാൻ നമ്മൾ ദാഹത്തോടെ പ്രാർത്ഥിക്കുകയായിരുന്നു. പെന്തക്കോസ്തയുടെ സംസ്കാരത്തിൽ ദിനംതോറും ജീവിക്കുവാനുള്ള ആത്മശക്തിക്കായി നമ്മൾ ഈ ദിനങ്ങളിൽ ആഗ്രഹിക്കുകയായിരുന്നു. എൻ്റെ സഹോദരങ്ങളെ, നമുക്ക് വലിയ പ്രാർത്ഥനയോടെ ഈ 10-ാം ദിനത്തിലെ ശുശ്രൂഷകളിലേക്ക് പ്രവേശിക്കാം. ഒപ്പം 40 മണിക്കൂർ ആരാധന. ഇന്ന് രാത്രി 12 മണി വരെ പരിശുദ്ധാത്മാവ് നൽകുന്ന പെന്തക്കോസ്തയുടെ അത്ഭുത ശക്തിക്കായി നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുകയാണ്. സങ്കീർത്തന വചനത്തിൽ നമ്മൾ കാണുന്നു, ദൈവത്തിൻ്റെ നദി നിറഞ്ഞൊഴുകുന്നു. ദൈവത്തിൻ്റെ നദി നിറഞ്ഞൊഴുകും. നമുക്ക് ഒരുമിച്ച് ദിവ്യകാരുണ്യ സന്നിധിയിൽ ആ വചനം വിശ്വാസത്തോടെ ഏറ്റുപറയാം. ദൈവത്തിൻ്റെ നദി നിറഞ്ഞൊഴുകുന്നു. ഒരല്പം കൂടി സ്വരത്തിൽ വിശ്വാസത്തോടെ ഏറ്റുപറഞ്ഞ്, ദൈവത്തിൻ്റെ നദി നിറഞ്ഞൊഴുകുന്നു. എൻ്റെ സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ നദി ആരാണ്? പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവിന് വലിയൊരു പ്രവാഹം നമ്മുടെ ജീവിതങ്ങളിലേക്ക്, കുടുംബങ്ങളിലേക്ക്, തലമുറകളിലേക്ക്, സമൂഹങ്ങളിലേക്ക്, നമ്മുടെ സഭയിലേക്ക്, ലോകം മുഴുവനിലേക്കും ഈ പെന്തക്കോസ്തയിലൂടെ സ്വർഗം തുറന്നു വിടുകയാണ്. ദൈവത്തിന് നദിയായി ആയിരങ്ങളിൽ പതിനായിരങ്ങളിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞൊഴുകുന്ന കൃപയുടെ സമയമാണിത്. ഹല്ലേലൂയാ. വിശുദ്ധ ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയാ. നമ്മുടെ കുടുംബങ്ങളിലേക്ക് ഒരു നദിയായി പരിശുദ്ധാത്മാവ് ഒഴുകപ്പെടുകയാണ്. നമ്മുടെ തലമുറകളിലേക്ക്, സമൂഹങ്ങളിലേക്കെല്ലാം ഈ ജീവനദിയുടെ വ്യാപനമുണ്ടാവുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, വീണ്ടും അപ്പോസ്തല പ്രവർത്തനം 2:4 പറയുന്നു, അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. ആ വചനം നിങ്ങൾ ശ്രദ്ധിച്ചേ. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. പരിശുദ്ധ അമ്മ മാതാവിൻ്റെ നേതൃത്വത്തിൽ 10 ദിനം അവർ പ്രാർത്ഥിച്ചൊരുങ്ങുകയായിരുന്നു. ഇപ്രകാരം ഒരുക്കപ്പെട്ട ശിഷ്യ സമൂഹത്തിലേക്ക് പരിശുദ്ധാത്മാവിൻ്റെ ആഗമനം ഉണ്ടാവുകയാണ്. പരിശുദ്ധാത്മ ശക്തിയോടെ ഇറങ്ങി വരികയാണ്. അവർക്കെല്ലാം ആത്മാവിൻ്റെ തീ അനുഭവം ലഭിക്കുകയാണ്. റുഹായുടെ ശക്തമായ കാറ്റ് അവരുടെ മേൽ വീശി അടിക്കുകയാണ്. ദൈവത്തിൻ്റെ വചനം സാക്ഷ്യപ്പെടുത്തുന്നു, അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. ഹല്ലേലൂയാ. വലതുകരം ഉയർത്തി ദിവ്യകാരുണ്യ സന്നിധിയിൽ ഒരുമിച്ച് നമ്മൾ എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട്, കർത്താവേ ഈ അനുഭവം എനിക്ക് നൽകണമേ. കർത്താവേ ഈ പരിശുദ്ധാത്മ അനുഭവം ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് നൽകണമേ, മക്കൾക്ക് നൽകണമേ, തലമുറകൾക്ക് നൽകണമേ. സഭ മുഴുവനിലും ഈ അനുഭവം വ്യാപരിക്കട്ടെ. നമ്മൾ എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട്? ആഗ്രഹമുള്ളവരെല്ലാം വലതുകരം ഉയർത്തി ഉച്ചത്തിൽ പറഞ്ഞ്, അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. അല്പം കൂടി ഉച്ചത്തിൽ പറഞ്ഞ്, അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. ഒരല്പം കൂടി സ്വരമുയർത്തി പറഞ്ഞ്, അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. ഇരു കരങ്ങളും ദിവ്യകാരുണ്യ സന്നിധിയിലേക്ക് തുറന്നു പിടിക്കുക. ഇതാ നദി പോലെ പരിശുദ്ധാത്മാവ് ഒഴുകപ്പെടുന്നു. അവന്റെ കൃപാവരങ്ങൾ, അവന്റെ അത്ഭുത ശക്തി, അത്ഭുത സാന്നിധ്യം പരിശുദ്ധ കുർബാനയിൽ നിന്ന് അനേകം ആയിരങ്ങളിലേക്ക് ഒഴുകപ്പെടുന്ന സമയം. ഇത് അനുഗ്രഹത്തിന്റെ സമയം, കൃപയുടെ സമയം, പരിശുദ്ധാത്മ പ്രവർത്തിക്കുന്ന സമയം, ആത്മാവ് വ്യാപരിക്കുന്ന സമയം. എല്ലാം മറന്ന് ഇരു കരങ്ങളും ഉയർത്തി നമ്മൾ ഒന്നിച്ച് ആത്മാവിനെ വിളിക്കുന്ന പരിശുദ്ധാത്മാവേ, വിളിച്ച് 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 പ്രാർത്ഥിക്കുന്ന ആത്മാവേ. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. പരിശുദ്ധാത്മ അനുഭവത്തിനായി, പരിശുദ്ധാത്മ ശക്തിക്കായി, പരിശുദ്ധാത്മ കൃപാവരങ്ങൾക്കായി, പരിശുദ്ധാത്മാവിന്റെ നടത്തിപ്പിനായി ആഗ്രഹിച്ചുകൊണ്ട് വിളിക്കുന്ന ആത്മാവേ, റുഹായേ, റുഹായേ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു,
സ്തുതിക്കുന്നു സ്തുതിക്കുന്നു. ഇത് ദിവ്യ കാരുണ്യത്തിൽ നിന്ന്, പരിശുദ്ധ കുർബാനയിൽ നിന്ന് അത്ഭുത കൃപകൾ ഒഴുകപ്പെടുന്നു. അത്ഭുത ശക്തി വ്യാപരിക്കുന്നു. റൂഹായുടെ കാറ്റ് ആയിരങ്ങളിൽ ഇത് വീശി അടിക്കുന്നു. സ്തുതിക്കുന്നു സ്തുതിക്കുന്നു. ആത്മാവേ വിളിക്കു മക്കളെ, ഹൃദയം തുറന്ന് വിളിക്ക്. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കരങ്ങളടിച്ച് കരങ്ങളടിച്ച് എല്ലാം മറന്ന് എല്ലാവരും എഴുന്നേറ്റ് നിന്ന്, എല്ലാവരും എഴുന്നേറ്റ് നിന്ന്. ഞങ്ങൾ എല്ലാവരും ആയിരിക്കുന്നിടത്ത്, കുടുംബങ്ങളിലായിരിക്കുന്നവരെ, സമൂഹങ്ങളിലായിരിക്കുന്നവരെ, വിവിധ ഇടങ്ങളിലായിരിക്കുന്നവരെല്ലാം എഴുന്നേറ്റ് നിന്ന് കരമടിച്ചുണർവോടെ ഒരു മനസ്സോടെ പാടി പ്രാർത്ഥിക്കുന്നു. തൂമഞ്ഞു പോലെ പരിശുദ്ധാത്മാവേ പറന്നിറങ്ങിയിടണമേ. അഗ്നി അഭിഷേകം, അഗ്നി അഭിഷേകം ഞങ്ങൾക്കിന്നു നൽകിടണേ. ആഗ്രഹത്തോടെ പറഞ്ഞ ആത്മാവേ, കുടുംബങ്ങളിൽ കുടുംബങ്ങളിൽ പെയ്യട്ടെ. ദേശങ്ങളിൽ ആത്മാവിന്റെ പിന്മഴ പെയ്തിറങ്ങട്ടെ. സഭ മുഴുവനിലും, സഭ മുഴുവനിലും പരിശുദ്ധാത്മ പിന്മഴ പെയ്യട്ടെ. ദിവ്യകാരൻ ഈശോയെ നോക്കി, പരിശുദ്ധ കുർബാനയിലേക്ക് നോക്കി കരങ്ങൾ ഉയർത്തി അടിച്ചു പാടുന്നു. ശിഷ്യരിൽ അഗ്നി പകർന്നതുപോൽ ആത്മാവേ, ആത്മനദിയായി ഒഴുകണമേ. ആത്മസ്നാനം നൽകണമേ. ആത്മനദിയായി ഒഴുകണമേ. ആത്മസ്നാനം. ഇരുകരങ്ങൾ ഉയർത്തി ഒന്നിച്ച് വിളിക്കുന്നു പരിശുദ്ധാത്മാവേ. വിളിച്ച് വിളിച്ച് പ്രാർത്ഥിക്കുന്ന മക്കളെ, വിശ്വസിച്ച് വിളിക്കുക, ദാഹത്തോടെ വിളിക്കുക. ആത്മാവേ, ആത്മാവേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. റൂഹായുടെ തീ കത്തട്ടെ, റൂഹായുടെ കാറ്റടിക്കട്ടെ. സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. വീണ്ടും ഇരുവശങ്ങളിലേക്കും കരങ്ങളടിച്ച്, ഇരുവശങ്ങളിലേക്കും കരങ്ങളടിച്ച് പരിശുദ്ധാത്മ അനുഭവത്തിനായി, പരിശുദ്ധാത്മ ശക്തിക്കായി, പരിശുദ്ധാത്മ ഉണർവിനായി, പരിശുദ്ധാത്മ കൃപാവരങ്ങൾക്കായി ആഗ്രഹിച്ച് കരമടിച്ച് പാടുന്നു. മാവേ, ഇസ്രായേലിൻ അത്ഭുതകരമായി മോശയിലൂടെ നയിച്ചതുപോലെ കടൽ നടുവിൽ വീതിയൊരുക്കാൻ കാറ്റായി വീശിയടിച്ചതുപോലെ ഇസ്രായേലിൻ അത്ഭുതകരമായി മോശയിലൂടെ നയിച്ചതുപോലെ കടൽ നടുവിൽ വീതിയൊരുക്കാൻ കാറ്റായി വീശിയടിച്ച ഞങ്ങളിൽ നിറയുക പരിശുദ്ധാത്മാവേ. ഞങ്ങളിൽ വീശി അടിക്കുക, ഞങ്ങളിൽ കത്തി പടരുക. ഹോളി സ്പിരിറ്റ് നിന്ദാസരിൽ വീശും പാവന റൂഹായായി നീ വരണേ. ആത്മാവേ, ആത്മാവേ നിറങ്ങണമേ. കൃപയായി വരിക. കരങ്ങൾ ഉയർത്തി അടിച്ച് അഭിഷേകം നിറവോടെ പാടുന്നു. ഇറങ്ങിയപ്പോ ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്. ആത്മനദിയ ഒഴുകണമേ. ആത്മസ്നാനം നൽകണമേ. ആത്മനദിയായി ഒഴുകണമേ. ആത്മസ്നാനം നൽകണമേ. പെന്തക്കുസ്താ, പെന്തക്കുസ്താ വരവായി പുതു പെന്തക്കുസ്താ. പെന്തക്കുസ്താ, പെന്തക്കുസ്താ വരവായി പുതു പെന്തക്കുസ്താ. ആത്മാവേ റൂഹായേ നിറയണമേ, എന്നിൽ നിറയണമേ. ആത്മാവേ റൂഹായേ നിറയണമേ, എന്നിൽ
നിറയണമേ അഗ്നിയായി തീനാവായി നിറയണമേ എന്നിൽ നിറയണമേ അഗ്നിയായി തീനാവായി നിറയണമേ നിറയണമേ ഇരു കരങ്ങൾ ഉയർത്തി അന്യഭാഷകളിൽ പുതുഭാഷകളിൽ സ്തുതിക്കുക അതരത്തെ വിട്ടുകൊടുക്കുക നാവിനെ ആത്മാവിനായി സമർപ്പിക്കുക പുതുഭാഷകളിൽ ഭാഷാപരങ്ങളിൽ കർത്താവിനെ സ്തുതിക്കട്ടെ നിറവോടെ സ്തുതിക്കട്ടെ ഒരു പുതിയ അഭിഷേകം പുതിയ ശക്തി പുതിയ കൃപകൾ പുത്തൻ നിറവ് ആത്മാവിന്റെ പുതുഫലം ആയിരങ്ങളിലേക്ക് വ്യാപരിക്കട്ടെ ഒന്നിച്ച് വിളിക്കുന്നു പരിശുദ്ധാത്മാവേ കരങ്ങൾ ഉയർത്തി വിളിക്കുന്നു ഹല്ലേലൂയ 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 കർത്താവേ സ്തുതിക്കുന്നു കർത്താവേ സ്തുതിക്കുന്നു ഹല്ലേലൂയ ഹല്ലേലൂയ വിളിച്ചു പ്രാർത്ഥിക്കുക പരിശുദ്ധാത്മാവേ ദാഹത്തോടെ വിളിക്കുക മക്കളെ തീഷ്ണമായി വിളിക്കേ ആഗ്രഹത്തോടെ വിളിക്കേ ആത്മാവിന്റെ പുതുബലം ആത്മാവിന്റെ പുത്തൻ കൃപകൾ ആത്മാവിന്റെ അനുഭവം നമ്മിലേക്ക് വ്യാപരിക്കട്ടെ സ്തുതിക്കുന്നു പൈശാചിക പീഡകൾ നരകത്തിന്റെ അരൂപികൾ ഇരുട്ടിന്റെ ശക്തികൾ അന്ധകാര പോരാട്ടങ്ങൾ പരിശുദ്ധാത്മ ശക്തിയാൽ പരിശുദ്ധാത്മ അഭിഷേകത്താൽ ചിതറിപ്പോകട്ടെ ചിന്ന ഭിന്നമാകട്ടെ ഈശോയേ സ്തുതിക്കുന്നു ഹല്ലേലൂയ 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 ഒരിക്കൽ കൂടി ഇരു കരങ്ങളും പരിശുദ്ധ കുർബാനയുടെ മുൻപിലേക്ക് നീട്ടിപ്പിടിച്ച് തിരുസഭ നൽകിയിരിക്കുന്ന പരിശുദ്ധാത്മാവിനോടുള്ള ഒഫീഷ്യലായ പ്രാർത്ഥനയാണ്. എൻ്റെ സഹോദരങ്ങളെ, ഈ പ്രാർത്ഥനയ്ക്ക് വലിയ ശക്തിയുണ്ട്. പരിശുദ്ധാത്മാവിനെ സ്നേഹത്തോടെ വിളിക്കുകയാണ് നമ്മുടെ വ്യക്തി ജീവിതത്തിലേക്ക്, നമ്മുടെ കുടുംബങ്ങളിലേക്ക്, നമ്മുടെ സഭയിലേക്ക്, നമ്മുടെ സമൂഹങ്ങളിലേക്ക്, നമ്മുടെ പ്രതിസന്ധികളിലേക്ക്, ആവശ്യങ്ങളിലേക്ക് സ്നേഹത്തോടെ ദൈവത്തിൻ്റെ റൂഹായെ വിളിച്ചു പ്രാർത്ഥിക്കുകയാണ്. ഒരു സ്വരമുയർത്തി പ്രാർത്ഥിക്കണം, സ്നേഹത്തോടെ പ്രാർത്ഥിക്കണം, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുകയാണ്. സൃഷ്ടാവായ പരിശുദ്ധാത്മാവേ, വരിക, പ്രഭാപൂർണമായ അങ്ങയുടെ സ്വർഗീയ സിംഹാസനത്തിൽ നിന്ന് എഴുന്നള്ളി വരിക. ഞങ്ങളുടെ ആത്മാവിൽ ആവസിച്ച് അങ്ങയുടെ സ്വന്തമായി ഞങ്ങളെ മാറ്റുക. നിത്യസഹായകനായ അങ്ങ് ഉന്നതങ്ങളിൽ നിന്നുള്ള ദൈവത്തിന്റെ ശ്രേഷ്ഠദാനമാണ്. അങ്ങയുടേത് സർവവ്യാപകമായ അധികാരത്തിന്റെ നാവാണ്. ജീവനദിയേ, അല്പം കൂടി സ്വരമുയർത്തി ഹൃദയം തുറന്ന് സ്നേഹത്തോടെ വിളിച്ച് ജീവനദിയേ, മാധുര്യമുള്ള അഭിഷേകമേ, ജീവാഗ്നിയേ, സത്യസ്നേഹമേ, ഏഴുവിധ കൃപകളിൽ പൂരിതനായവനെ, ദൈവത്തിന്റെ വലതു കൈയുടെ വിരൽ സ്പർശമേ, സംസാരിക്കാനും ഗ്രഹിക്കാനും എളിയവരെ പഠിപ്പിക്കുന്ന അവിടുത്തെ വാഗ്ദാനമേ,
അങ്ങയുടെ പ്രകാശത്താൽ ഞങ്ങളുടെ അന്തരംഗത്തെ നയിക്കണമേ. സ്നേഹത്താൽ ഞങ്ങളുടെ ഹൃദയങ്ങളെ ജ്വലിപ്പിക്കണമേ. ഒരിക്കലും വീര്യം കുറയാത്ത അങ്ങയുടെ ശക്തിയാൽ ഞങ്ങളുടെ മർത്യ ശരീരങ്ങളെ ബലപ്പെടുത്തണമേ. ഞങ്ങളുടെ ഭയാനക ശത്രുക്കളെ ദൂരെ അകറ്റണമേ. യഥാർത്ഥ സമാധാനം ഞങ്ങൾക്ക് നൽകണമേ. അങ്ങയുടെ പരിശുദ്ധ ചിറകുകൾക്ക് കീഴിൽ ഞങ്ങൾ എല്ലാ വിപത്തുകളിൽ നിന്നും സംരക്ഷിക്കണമേ. അങ്ങയിലൂടെ ഞങ്ങൾ പിതാവിനെയും പുത്രനെയും അറിയട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ. അല്പം ഉച്ചത്തിൽ പറഞ്ഞേ ആമേൻ. സ്വന്തമാക്കിക്കൊണ്ട് പറഞ്ഞേ ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്കേ നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്കേ നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്കേ നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മളെല്ലാവരും ശാന്തമായിട്ടിരിക്കുന്നു. എൻ്റെ സഹോദരങ്ങളെ, അനേകര് അവിടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ അറിയിച്ചിരിക്കുകയാണ്. ഷിബു ആലപ്പുഴ, ക്രിസ്റ്റീന ചങ്ങനാശ്ശേരി, ജീവിതത്തിൽ ദൈവഹിതം നിറവേറാൻ, നിധിൻ വരദാനങ്ങൾ നിറയാൻ, പരിശുദ്ധാത്മാവിൻ്റെ ദാനഫലങ്ങളാൽ നിറയാൻ, അഭയ, സിജോ, ഗ്രേസി വർഗീസ്, വിൽഫ്രഡ് മാനസാന്തര അനുഭവത്തിൽ ജീവിക്കാൻ, റോണി, അജോ, ജോൺ, ആരോൺ പരിശുദ്ധാത്മാവിൽ നിറയാൻ. ഒന്നും ഭൗതികമായ ആഗ്രഹങ്ങൾ, ആവശ്യങ്ങളെല്ലാം ആത്മീയമായ ആവശ്യങ്ങൾ. നമുക്ക് ഭൗതികമായ ആവശ്യങ്ങൾ അത് നമുക്ക് ലഭ്യമാകണം. എന്നാൽ അതിനേക്കാൾ വിലപ്പെട്ടതാണ് ആത്മീയമായ ആവശ്യങ്ങൾ. എൻ്റെ സഹോദരങ്ങളെ, ജോസഫ് കോഴിക്കോട്, ജോയൽ, ജോർജ് ഇടക്കൊച്ചി, സണ്ണി അന്നകര, ബിജു, ബ്രിട്ടോ മുട്ടുച്ചിറ, ലിൻഡോയും കുടുംബവും, സിൻഡ്രല്ല UK, ആൽബർട്ട് കറുകുറ്റി, എല്ലാവരും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ജീവിക്കാൻ വേണ്ടി പ്രാർത്ഥന സഹായം ചോദിക്കും. ഒത്തിരിയേറെ പേര് ആവശ്യപ്പെട്ടിട്ടുണ്ട്. നമുക്ക് പ്രാർത്ഥന സഹായം ചോദിച്ച് എല്ലാവരും ദിവ്യകാരുണ്യ ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് ഈ ഡുനാമിസ് പവർ, ഈ ധ്യാനത്തിൻ്റെ സമാപന ദിനത്തിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന 10,000ങ്ങളുടെ എല്ലാ നിയോഗങ്ങളെയും ആവശ്യങ്ങളെയും കർത്താവിൻ്റെ പരിശുദ്ധ ഹൃദയത്തിലേക്ക് ചേർത്ത് വെച്ച് ഒരു മനസ്സോടെ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, പെന്തക്കുസ്തയുടെ അത്ഭുത ശക്തിക്കു വേണ്ടി പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന നവമായ അഭിഷേകത്തിനായി, ആത്മാവിൻ്റെ അതിസ്വാഭാവിക കൃപാവരങ്ങൾക്കായി, കാലഘട്ടത്തിൻ്റെ അഭിഷേകത്തിൽ നിറഞ്ഞ് ജീവിക്കുവാനായി ഈ കഴിഞ്ഞ ദിനങ്ങളിലെല്ലാം നമ്മൾ ഒന്നിച്ചൊരു മനസ്സോടെ പ്രാർത്ഥിച്ച് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. എൻ്റെ സഹോദരങ്ങളെ, വിശുദ്ധനായ പോൾ 6 മാർപ്പാപ്പ തൻ്റെ സഭാഭരണ കാലത്ത് തന്നോട് തന്നെ ചോദിച്ചൊരു നിർണായകമായ ചോദ്യമുണ്ട്. ഇന്ന് കർത്താവിൻ്റെ സഭയ്ക്ക് ഏറ്റവും ആവശ്യമായിരിക്കുന്നത് എന്താണ്? കർത്താവിൻ്റെ കുടുംബങ്ങൾക്ക്, കർത്താവിൻ്റെ സമൂഹങ്ങൾക്ക്, കർത്താവിൻ്റെ യുവജനങ്ങൾക്ക്, കർത്താവിൻ്റെ കുഞ്ഞുമക്കൾക്ക് മറ്റെന്തിനേക്കാളും ഇന്ന് ആവശ്യമായിരിക്കുന്നത് എന്താണ്? മാർപ്പാപ്പ പറയുകയാണ്, വളരെ നിർണായകവും പ്രശ്ന സങ്കീർണവുമായ ചോദ്യമാണിത്.
എന്നാൽ ഈ ചോദ്യത്തിന് വിശുദ്ധനായ പോൾ ആറാമൻ മാർപ്പാപ്പ തന്നെ ഉത്തരം പറയുകയാണ്. ഇന്ന് കർത്താവിൻ്റെ സഭയ്ക്ക് ഏറ്റവും ആവശ്യമായിരിക്കുന്നത് പരിശുദ്ധാത്മാവ് തൻ്റെ സഭയ്ക്ക് നൽകുന്ന നിത്യമായ പെന്തക്കോസ്തയാണ്. വിശ്വസിച്ച് ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് തൻ്റെ സഭയ്ക്ക് നൽകുന്ന നിത്യമായ പെന്തക്കോസ്ത. നമ്മുടെ കുടുംബങ്ങൾക്ക് ഇന്ന് എന്താണ് ആവശ്യം? പണമാണോ? ലോകത്തിൻ്റെ നേട്ടങ്ങളാണോ? ലോകത്തിൻ്റെ നന്മകളാണോ? ഭൗതികമായ ആവശ്യങ്ങളാണോ? എൻ്റെ സഹോദരങ്ങളെ, ഇതിനേക്കാൾ എത്ര വലിയ ആവശ്യമാണ് പരിശുദ്ധാത്മാവ് നൽകുന്ന നിത്യ പെന്തക്കോസ്ത. പരിശുദ്ധാത്മാവ് നൽകുന്ന ആ പെന്തക്കോസ്തയുടെ അഭിഷേകം. നമുക്കിന്ന് ഏറ്റവും ആവശ്യമായിരിക്കുന്നത് പരിശുദ്ധാത്മാവ് നൽകുന്ന ഈ പെന്തക്കോസ്തയുടെ അനുഭവമാണ്. ഇതിനു വേണ്ടിയാണ് ഈ ദിനങ്ങളെല്ലാം നമ്മൾ പ്രാർത്ഥിച്ച് ഒരുങ്ങിക്കൊണ്ടിരുന്നത്. എൻ്റെ സഹോദരങ്ങളെ, അപ്പോസ്തല പ്രവർത്തനങ്ങൾ 2-ാം അധ്യായം 17-ാം വചനത്തിൽ പ്രവാചകനായ ജോയേൽ പ്രവചനത്തിലുള്ള ആ പ്രവചന വചനങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് പത്രോസ്ലീഹ തൻ്റെ ആദ്യത്തെ സുവിശേഷ പ്രസംഗം നടത്തുകയാണ്. വചനം എന്താണ് പറയുന്നത്? ദൈവം അരുളി ചെയ്യുന്നു അവസാന നാളുകളിൽ അന്ത്യനാളുകളിൽ ശ്രദ്ധിക്കണമേ. പ്രൊഫസി. ഇത് കർത്താവിന്റെ പ്രവചന വചനമാണ്. അവസാന നാളുകളിൽ എല്ലാ മനുഷ്യരുടെയും മേൽ എന്റെ ആത്മാവിനെ ഞാൻ പരിശുദ്ധാത്മാവിനെ വർഷിക്കും. കർത്താവിന്റെ വാഗ്ദാനത്തിൽ വിശ്വസിക്കുന്നവർ ഉച്ചത്തിൽ ഒരു ഹല്ലേലൂയ പറയേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. എല്ലാ മനുഷ്യരുടെയും മേൽ, ആരെല്ലാം കർത്താവിനെ സ്നേഹിക്കുന്നവോ, കർത്താവിൽ വിശ്വസിക്കുന്നവോ, കർത്താവ് യേശുവിനെ ആശ്രയിക്കുന്നവോ, പരിശുദ്ധാത്മാവിനായി ദാഹിക്കുന്നവോ, പരിശുദ്ധാത്മ സാന്നിധ്യത്തിനായി തങ്ങളെ തന്നെ ഒരുക്കുന്നവോ, പരിശുദ്ധാത്മാവിന്റെ കൃപാവരങ്ങളിൽ നിറയപ്പെടുവാൻ അവർ എന്തുമാത്രം വാഞ്ചിക്കുന്നവോ, അപ്രകാരമുള്ള എല്ലാവരുടെയും മേൽ ഞാൻ എൻ്റെ ആത്മാവിനെ വർഷിക്കും. കരമടിച്ച് കർത്താവിന് മാത്രം കൊടുത്തേ. സ്തുതിക്കുന്നു. നല്ലൊരു കൈയടി കർത്താവിനെ കൊടുത്തേ. എത്ര മനോഹരമായൊരു പ്രോമിസാണ് എൻ്റെ സഹോദരങ്ങളെ. ഈ പ്രവചന വചനത്തിൻ്റെ ചെറിയൊരു അടയാളമാണ് ആദ്യ പെന്തക്കോസ്തയിൽ സംഭവിച്ചത്. പരിശുദ്ധ അമ്മ മാതാവിൻ്റെ നേതൃത്വത്തിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന ആ ശിഷ്യ സമൂഹത്തിലേക്ക് ആത്മശക്തി ഇറങ്ങി വരികയാണ്. റൂഹായുടെ കാറ്റ് വീശി അടിക്കുകയാണ്. അവരെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ അഗ്നിയാല് രൂപാന്തരപ്പെടുകയാണ്. പെന്തക്കോസ്തയുടെ അഭിഷേകത്താൽ അവരെല്ലാം പൂരിതരാവുകയാണ്. അപ്പോസ്തല പ്രവർത്തനം 2:1 എന്താണ് കർത്താവിന്റെ പരിശുദ്ധ വചനം പറയുന്നത്? പെന്തക്കോസ്ത ദിവസം സമാഗതമായപ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു. അവരെല്ലാവരും ഒരുമിച്ച് കൂടി ഏക മനസ്സോടെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ അവിടെ എന്താ സംഭവിച്ചത്? 2:4 ആ വചനം നമ്മൾ കണ്ടതാണ്. എങ്കിൽ ഒരിക്കൽ കൂടെ വചനം ശ്രദ്ധിച്ച് അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. അവർക്ക് പെന്തക്കോസ്ത അനുഭവമുണ്ടായി, പരിശുദ്ധാത്മ അനുഭവമുണ്ടായി. പരിശുദ്ധാത്മ ശക്തി, പരിശുദ്ധാത്മ അഭിഷേകം, പരിശുദ്ധാത്മ കൃപാവരങ്ങളാൽ അവരെല്ലാവരും പൂരിതരായി. ഹല്ലേലൂയ. എൻ്റെ സഹോദരങ്ങളെ, ഇതാണ് പരിശുദ്ധാത്മാവ് നൽകുന്ന പെന്തക്കോസ്ത. അവരെല്ലാവരും ഈ പെന്തക്കോസ്തയുടെ ശക്തിയിൽ നിറയപ്പെടുകയാണ്. ഇനി നമ്മൾ ശ്രദ്ധിക്കണം, ഈ പെന്തക്കോസ്ത അവർക്ക് എന്താണ് പ്രദാനം ചെയ്യുന്നത്? വിശുദ്ധനായ ജോൺ പോൾ 2-ാമൻ മാർപ്പാപ്പ 2004 പെന്തക്കോസ്ത തിരുനാളിൻ്റെ തലേ രാത്രിയിൽ എന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള രാത്രിയിലെ മാർപ്പാപ്പ സഭയോട് പറഞ്ഞു, പെന്തക്കോസ്തയുടെ ആത്മീയത സഭ മുഴുവനിലും പടരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് പെന്തക്കോസ്തയുടെ ആത്മീയത കൊണ്ട് കർത്താവിൻ്റെ സഭ നിറയപ്പെടണം. പെന്തക്കോസ്തയുടെ ആത്മീയതയിൽ സഭാമക്കൾ ജീവിക്കണം. പെന്തക്കോസ്തയുടെ സംസ്കാരം
ദൈവജനത്തിൻ്റെ സംസ്കാരമായി മാറണം. എൻ്റെ സഹോദരങ്ങളെ, വിശുദ്ധരായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ ആഗ്രഹം എന്താണ്? പെന്തക്കോസ്തിയുടെ സ്പിരിച്വാലിറ്റി. അത് പരിശുദ്ധാത്മാവിൻ്റെ ആദ്യ ആത്മീയതയാണ്. അത് പരിശുദ്ധാത്മാവ് നൽകുന്ന സ്പിരിച്വാലിറ്റിയാണ്. എന്താണ് ഈ സ്പിരിച്വാലിറ്റി? നമ്മൾ 2023 പെന്തക്കോസ്തയ്ക്ക് വേണ്ടി ഈ അവസാന മണിക്കൂറിൽ പ്രാർത്ഥിച്ചൊരുങ്ങുമ്പോൾ സ്വർഗത്തിന് നമ്മോട് പറയാനുള്ള ശക്തമായ ആലോചന ഇതാണ്: പെന്തക്കോസ്തയുടെ ആത്മീയത സഭ മുഴുവനിലും കാട്ടുതീ പോലെ പടരണം. ഒരു വലിയ നദി പോലെ ഈ ആത്മീയത പ്രവാഹം പോലെ നമ്മുടെ ജീവിതങ്ങളിലേക്കും കുടുംബങ്ങളിലേക്കും നിറഞ്ഞൊഴുകണം. ഇത് പരിശുദ്ധാത്മാവിൻ്റെ പദ്ധതിയും സ്വപ്നവുമാണ്. നിങ്ങൾ ശ്രദ്ധിക്കണം. ഒന്നാമതായി പെന്തക്കോസ്ത് അവർക്ക് നൽകിയത് എന്താണ്? പെന്തക്കോസ്തയുടെ ആത്മീയത എന്താണ്? പ്രിയപ്പെട്ടവരെ, ഒന്നാമതായി അവർക്ക് ലഭ്യമായത് മാനസാന്തരമാണ്. ബേസിക് കൺവെർഷൻ. അവർക്കെല്ലാം അടിസ്ഥാന മാനസാന്തരമുണ്ടായി. നമുക്കറിയാം, ഒരു തീ ഒരു വസ്തുവിൻ്റെ മേൽ വന്ന് വീണ് കഴിഞ്ഞാൽ ആ വസ്തുവിന് പിന്നെ പഴയതുപോലെ ഒരിക്കലും ഇരിക്കാൻ പറ്റത്തില്ല. ഇരിക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്ന ഈ ഷർട്ടിലേക്ക് ഒരു തീനാവ് വന്ന് വീണ് കഴിഞ്ഞാൽ ഉറപ്പാണ് ഇതുരുകും, ഇത് പൊള്ളും, അവിടെ ഹോളുണ്ടാകും, ഇതിൻ്റെ രൂപത്തിന് അല്പം മാറ്റം വരും. എൻ്റെ സഹോദരങ്ങളെ, ഫയർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിൻ്റെ തീ സാന്നിധ്യം എൻ്റെയും നിൻ്റെയും മേൽ ഇറങ്ങിയാൽ അത് നമ്മുടെ ജീവിതത്തെ ട്രാൻസ്ഫോം ചെയ്യും, രൂപാന്തരപ്പെടുത്തും. നമുക്ക് പിന്നെ പഴയതുപോലെ ഇരിക്കാൻ പറ്റത്തില്ല. ആത്മാവിൻ്റെ തീ നിൻ്റെ മേൽ കത്തിയാൽ, ആത്മാവിൻ്റെ കാറ്റ് നമ്മുടെ മേൽ അടിച്ചാൽ ഒരിക്കലും പിന്നെ പഴയതുപോലെ പഴയ രൂപത്തിൽ പഴയ ഭാവത്തിൽ നമുക്കായിരിക്കാൻ പറ്റുകയില്ല. നമുക്ക് മാറ്റം സംഭവിക്കും, നമുക്ക് രൂപമാറ്റം ഉണ്ടാകും. അതാണ് മാനസാന്തരം. അതാണ് മാനസാന്തരം. അവർക്കെല്ലാം പെന്തക്കോസ്ത കൊടുത്ത ഒന്നാമത്തെ പെന്തക്കോസ്തയുടെ ആത്മീയത എന്ന് പറയുന്നത് അത് മാനസാന്തരത്തിൻ്റെ ജീവിതമാണ്. മാനസാന്തരത്തിൻ്റെ ജീവിതം. അപ്പോസ്തല പ്രവർത്തനം 2:37 പരിശുദ്ധ ആത്മശക്തിയോടെ ആത്മാവിൻ്റെ തീ സാന്നിധ്യത്താൽ പത്രോസ്ലീഹ സുവിശേഷം പ്രസംഗിച്ചപ്പോൾ കേട്ടുകൊണ്ടിരുന്നവരുടെ മേൽ ആത്മശക്തി ഇറങ്ങി. അവരിൽ പരിശുദ്ധാത്മ പ്രവർത്തിക്കാൻ തുടങ്ങി. ആത്മാവിൻ്റെ വ്യാപനമുണ്ടായി. റൂഹായുടെ ശക്തിയുടെ ചലനങ്ങളുണ്ടായി. അവിടെ ഹൃദയങ്ങൾ നുറുങ്ങി. അവരുടെ ഹൃദയങ്ങൾക്ക് നോവുണ്ടായി. ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ പൊട്ടിക്കരഞ്ഞ് ജനക്കൂട്ടം എന്താണ് പത്രോസ്ലീഹായോടും മറ്റ് ശിഷ്യരോടും ചോദിച്ചത്? സഹോദരന്മാരെ, സഹോദരന്മാരെ, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? What shall we do? ഹൃദയം നുറുങ്ങി, ഹൃദയ തകർച്ചയോടെ നിലവിളിച്ചുകൊണ്ട് ചോദിച്ചു. അനുതാപം കൊണ്ട് മാനസാന്തരം. ഹൃദയത്തിൻ്റെ കാഠിന്യം മാറി, ഹൃദയ കഠിനത മാറി, ഹൃദയത്തിൻ്റെ ദുഷിപ്പ് മാറി, ഹൃദയത്തിൻ്റെ മ്ലേച്ഛത മാറി. ഹൃദയത്തിൽ അടിഞ്ഞുകൂടി കിടന്ന ലോകമോഹങ്ങൾ, ഭോഗേച്ഛകൾ, സുഖാരൂപി ഇതെല്ലാം വിട്ടുപോയി ഒരു കൊച്ചു കുഞ്ഞിൻ്റെ നൈർമല്യത്തിലേക്ക് അവിടെ വരികയാണ്. വാട്ട് ഷാൽ വി ഡു? ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവാൻ, നവമായ അഭിഷേകം ഏറ്റെടുക്കുവാൻ, കർത്താവിൻ്റെ സാക്ഷികളാകുവാൻ, യേശുക്രിസ്തു നേടിത്തന്ന ഇറ്റേണൽ സാൽവേഷൻ, നിത്യരക്ഷയുടെ അനുഭവത്തിൽ ജീവിക്കാൻ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? സഹോദരങ്ങളെ, ഇതാണ് പെന്തക്കോസ്ത തരുന്നത്. ഇത് നമുക്ക് ലഭിക്കുന്നില്ലെങ്കിൽ ഇതെല്ലാം ഒരു ഉപരി വിപ്ലവമാണ്, വെറും വൈകാരികതയാണ്, ഇത് വെറും എക്സ്റ്റസിയാണ്. ഇതിലൊന്നും പരിശുദ്ധാത്മാവ് ഉണ്ടാവുകയില്ല. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. പോരാ, വിശ്വസിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ബേസിക് കൺവെർഷൻ. പെന്തക്കോസ്തയുടെ സ്പിരിച്വാലിറ്റി അതാണ്. പെന്തക്കോസ്തയുടെ ആത്മീയത. അടിസ്ഥാന മാനസാന്തരത്തിൽ. പിന്നെ പഴയതുപോലെ സംസാരിക്കാൻ പറ്റത്തില്ല. പഴയതുപോലെ നുണ പറയുക, ചീത്ത പറയുക, കള്ളത്തരങ്ങൾ പറയുക, വഞ്ചന കാണിക്കുക, ദുഷിപ്പ് പറയുക, പരിഹാസം പറയുക,
അശുദ്ധിയിൽ ജീവിക്കുക, അവിശ്വസ്തത കാണിക്കുക, കള്ളത്തരങ്ങൾ കാണിക്കുക, അഡ്ജസ്റ്റ്മെൻറ്റുകൾ നടത്തുക, ഇതൊന്നുമില്ല. എൻ്റെ ജീവിതം ട്രാൻസ്ഫോം ചെയ്യുക, കർത്താവിനായി രൂപാന്തരപ്പെടുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, ഇതെനിക്ക് നിനക്കും ലഭിക്കുന്നില്ലെങ്കിൽ നമ്മുടെ മേൽ പെന്തക്കോസ്ത ഉണ്ടായിട്ടില്ല കേട്ടോ. നമുക്ക് വെറുതെ തോന്നുക. ഒരു ഹല്ലേലൂയ പറഞ്ഞ്, ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. തീ സാന്നിധ്യം നമ്മളെ രൂപമാറ്റത്തിലേക്ക് കൊണ്ട് നമ്മുടെ ഷേപ്പ് മാറും, നമ്മുടെ ഷേപ്പ് മാറും. ഈ പേപ്പറിലേക്ക് ഒരു തീപ്പൊരി വീണ് കഴിഞ്ഞാൽ ഈ പേപ്പർ ഇതുപോലെ ഇരിക്കുമോ? ഇതിൻ്റെ ഷേപ്പ് മാറും, കുറച്ചെങ്കിലും മാറും, മാറിയിരിക്കും. ഇല്ലെങ്കിൽ വന്ന് വീണത് തീ അല്ലാതെ ഇരിക്കണം. ഒരു ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ. തീയാണെങ്കിൽ അത് മാറ്റിയിരിക്കും, തീയാണെങ്കിൽ അത് മാറ്റിയിരിക്കും. 2:38 അപ്പോസ്തല പ്രവർത്തനത്തിൽ പത്രോസ്ലീഹ പറഞ്ഞു, റിപ്പന്റ്, പശ്ചാത്തപിക്കുവിൻ. റിപ്പന്റ്, കേട്ടോ, റിപ്പന്റ്. നിങ്ങൾ അനുതപിക്കുക, നിങ്ങൾ പശ്ചാത്തപിക്കുക, പരിശുദ്ധാത്മാവിനെ ലഭിക്കും. എന്താ പറഞ്ഞത്? പരിശുദ്ധാത്മാവിനെ ലഭിക്കും. പരിശുദ്ധാത്മാവിന്റെ ദാനം നിങ്ങൾക്ക് ലഭിക്കും, നിങ്ങൾക്ക് എല്ലാവർക്കും ലഭിക്കും. അപ്പൊ സഹോദരങ്ങളെ ശ്രദ്ധിക്കണമേ, പെന്തക്കോസ്തയുടെ ആത്മീയത അത് മാനസാന്തരത്തിൻ്റെ ആത്മീയതയാണ്. ഒരു അപ്പൻ, ഒരു അമ്മ, ഒരു ഭാര്യ, ഒരു ഭർത്താവ്, ഒരു മകൻ, ഒരു മകൾ, ഒരു സഹോദരൻ, ഒരു സഹോദരി, ഒരു ദൈവ പൈതൽ എന്ന നിലയിൽ ഞാനും നിങ്ങളും ഈ അനുഭവം, ഈ ആത്മീയത സ്വന്തമാക്കണം. വിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ സ്വപ്നമായിരുന്നു, കർത്താവേ, അവിടുത്തെ പരിശുദ്ധ സഭ മുഴുവനിലും പെന്തക്കോസ്തയുടെ ആത്മീയത നിറയട്ടെ. ഹല്ലേലൂയ പറഞ്ഞേ, ശക്തിയോടെ പറഞ്ഞേ, ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവജനത്തോട്, ഇത് ജാതിയരോടല്ല പരിശുദ്ധ വചനം പറയുന്നത്. യേശുക്രിസ്തുവിനെ കണ്ടുമുട്ടിയ, യേശുക്രിസ്തുവിനെ സ്നേഹം തിരിച്ചറിഞ്ഞ, ഈശോയെ സ്വന്തമാക്കുന്ന, ഈശോയ്ക്ക് സാക്ഷ്യം നൽകുന്ന വിശ്വാസികളോടാണ് പരിശുദ്ധാത്മാവ് ഈ താക്കീത് കൊടുക്കുന്നത്. എന്ത് താക്കീതാ കൊടുക്കുന്നത്? 1 Peter chapter 2 verse 1. 1 പത്രോസ് 2-ാം അധ്യായം 1-ാമത്തെ വചനം. ആ വചനം നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടെ. നിങ്ങളെല്ലാ തിന്മയും, നിങ്ങളെല്ലാവിധ തിന്മകളും, വഞ്ചനയും, കാപട്യവും, അസൂയയും, അപവാദവും ഉപേക്ഷിക്കുവിൻ. ശ്രദ്ധിക്കണം സഹോദരങ്ങളെ, ഇതൊന്നും ദൈവജനത്തിൻ്റെ ജീവിതത്തിൽ 1% പോലും പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നില്ല. ഒരു ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ. മാനസാന്തരത്തിൻ്റെ ആത്മീയതയാണ് പെന്തക്കോസ്തയുടെ ആത്മീയത. മാനസാന്തരത്തിൻ്റെ ജീവിതമാണ് പെന്തക്കോസ്തയുടെ ജീവിതം, പരിശുദ്ധാത്മാവിലുള്ള ജീവിതം. രണ്ടാമത്തെ പെന്തക്കോസ്ത അവർക്ക് പ്രദാനം ചെയ്തത് രണ്ടാമത്തെ എന്തായിരുന്നു? എൻ്റെ സഹോദരങ്ങളെ, അപ്പോസ്തല പ്രവർത്തനം 2:42 നിങ്ങൾ വരണം. പെന്തക്കോസ്ത അവർക്ക് പ്രദാനം ചെയ്ത രണ്ടാമത്തെ ഒരു ലിവിങ് എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ അവരുടെ വേർപിരിയാത്ത ഒരു ആധ്യാത്മികതയായിരുന്നു ദൈവവചനത്തിൽ അടിസ്ഥാനപ്പെടുത്തിയ ജീവിതം. കർത്താവ്, ഇങ്ങോട്ട് നോക്കി നിങ്ങൾ, കർത്താവിൻ്റെ വചനം വിട്ട് അവർക്കൊന്നുമില്ല. കർത്താവിൻ്റെ വചനം ആദിമ സഭയിലെ ക്രൈസ്തവരുടെ ചങ്കായിരുന്നു, അവരുടെ ജീവനായിരുന്നു, അവരുടെ ശക്തിയായിരുന്നു, അവരുടെ ഉണർവായിരുന്നു, അവർക്കതെല്ലാമായിരുന്നു. ഇന്ന് നമുക്ക് പരിശുദ്ധ ബൈബിളിൽ എത്ര പുസ്തകമുണ്ടെന്ന് ചോദിച്ചാൽ പോലും നമുക്കറിയില്ല. അതാണ് നമ്മുടെ പരാജയം. എൻ്റെ സഹോദരങ്ങളെ, ഒരു പ്രാവശ്യമെങ്കിലും ഈ വേദപുസ്തകം വായിച്ച് തീരാത്ത 10,000 നമ്മുടെ സഭയിലുണ്ട്, നമ്മുടെ സമൂഹത്തിലുണ്ട്. വചനവുമായി ഒരു ബന്ധവുമില്ലാത്തവര്. ഇവിടെയാണ് നമ്മൾ പെന്തക്കോസ്തയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത്. പെന്തക്കോസ്ത നമുക്ക് തരുന്ന രണ്ടാമത്തെ ശ്രേഷ്ഠമായ അനുഭവം ഇതാണ്: ദൈവവചനത്തോടുള്ള ഡിവോഷൻ. ദൈവവചനത്തോടുള്ള ഡെഡിക്കേഷൻ, കർത്താവിൻ്റെ വചനത്തോടുള്ള പ്രതിബദ്ധത, കമ്മിറ്റ്മെന്റ്. പരിശുദ്ധാത്മാവ് തരുന്ന സ്പിരിച്വാലിറ്റി അതാണ്. 2:42 വായിച്ച വചനം. ആരാണ് ഈ അവര്? ആരായി അവര്? വചനം കേട്ട് മാനസാന്തരപ്പെട്ടവര്, വചനം കേട്ട്
യേശുക്രിസ്തുവിൽ വിശ്വസിച്ചവര്, വചനം കേട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവര് അവരെന്താ ചെയ്തത്? അപ്പോസ്തലന്മാരുടെ പ്രബോധനം. അപ്പോസ്തലന്മാരുടെ പ്രബോധനം. യെസ്, അതാണ് കലർപ്പില്ലാത്ത വചനം. കർത്താവിൻ്റെ നിർമ്മലമായ വചനം അതവരെ കൺട്രോൾ ചെയ്തു. അതവർക്ക് ജീവനായി. അവർ വചനം പരിശോധിച്ചു, വചനം ഭക്ഷിച്ചു, വചനത്തിൽ അവരുടെ ജീവിതത്തിൻ്റെ വേരുകൾ ആഴ്ന്നിറങ്ങി. വചനത്തിൽ നിന്ന് അവർ ശക്തി പ്രാപിച്ചു, വചനത്തിൽ നിന്ന് അവർ സൗഖ്യം ഏറ്റെടുത്തു. ദിനംതോറും അവർക്ക് ആവശ്യമായ ആത്മീയമായ പോഷണങ്ങൾ കർത്താവിൻ്റെ വചനമാകുന്ന ജലാശയത്തിൽ നിന്ന് അവർ സ്വന്തമാക്കുകയാണ്. ഹല്ലേലൂയ. സഹോദരങ്ങളെ, പെന്തക്കോസ്ത് തരുന്നത് കർത്താവിൻ്റെ വചനത്തോടുള്ള ബന്ധമാണ്, വിട്ടുപിരിയാത്തൊരു ബന്ധം. കർത്താവിൻ്റെ വചനത്തിൽ അടിസ്ഥാനമിട്ടൊരു ജീവിതമാണ്. കർത്താവിൻ്റെ വചനം ഒരു കാര്യം നോ എന്ന് പറഞ്ഞാൽ നോ, അതാണ് നിന്റെ ജീവിതം. അതാണ് പെന്തക്കോസ്ത് തരുന്നത്. കർത്താവിൻ്റെ വചനം ഒരു കാര്യം യെസ് എന്ന് പറഞ്ഞ് യെസ്. നാട്ടുകാർ പറയുന്നതല്ല നിനക്ക് പ്രമാണമായിരിക്കേണ്ടത്, വീട്ടുകാർ പറയുന്നതല്ല. കാരണം പലപ്പോഴും അവർ പറയുന്നത് ലോകത്തിൻ്റെ പാഴ്വചനങ്ങളാണ്, വഞ്ചനാത്മകമായ വാക്കുകൾ, അർത്ഥശൂന്യമായ വാക്കുകൾ. അതിലൊന്നും പരിശുദ്ധാത്മാവില്ല. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. കർത്താവിൻ്റെ വചനം എന്നോടൊരു കാര്യം നോ എന്ന് പറഞ്ഞാൽ നോ ആയിരിക്കണം, പിന്നെ അതിൻ്റെ അപ്പുറത്തേക്ക് ഞാൻ പോരുത്. എന്നോടൊരു കാര്യം യെസ് എന്ന് പറഞ്ഞാൽ അത് യെസ് ആയിരിക്കണം. ദൈവവചനത്തിൽ അടിസ്ഥാനമിട്ട ജീവിതം, അതാണ് പെന്തക്കോസ്തയുടെ ആത്മീയത. നമ്മൾ വചനം എടുത്ത് പരിശോധിച്ച് നോക്കി, പ്രത്യേകിച്ച് അപ്പോസ്തല പ്രവർത്തനങ്ങൾ നിങ്ങൾ വായിച്ചു നോക്കി, അവിടെ എല്ലാം എന്താ കാണാൻ കഴിയുന്നത്? പരിശുദ്ധാത്മ കൊടുക്കുകയാണ് ഈ വചനത്തിൻ്റെ സമൃദ്ധി, ഈ വചന അഭിഷേകം, വചനത്തിൻ്റെ ശക്തി, വചനത്തിൻ്റെ വ്യാപനം. വചനം ഇങ്ങനെ വളർന്ന് വ്യാപിക്കുകയാണ്. സംശയമുണ്ടോ നിങ്ങൾക്ക്? സംശയിക്കേണ്ട. അപ്പോസ്തല പ്രവർത്തനം 12:24 ആ വചനം ഒന്ന് ശ്രദ്ധിച്ച്. അപ്പോസ്തല പ്രവർത്തനം 12:24 എന്താണ് പരിശുദ്ധാത്മ പറയുന്നത്? ദൈവവചനം വളർന്നു വ്യാപിച്ചു. വിശ്വസിച്ചിട്ട് ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം വളർന്നു വ്യാപിച്ചു. അതാണ് പെന്തക്കോസ്തയുടെ സംസ്കാരം. പെന്തക്കോസ്തയുടെ കൾച്ചർ വചനത്തിന്റെ കൾച്ചറാണ്. പെന്തക്കോസ്തയുടെ ആത്മീയത ദൈവവചനത്തിന്റെ ആത്മീയതയാണ്. മിക്സിംഗ് ആത്മീയതയല്ല പറയും, മിക്സിംഗ് അല്ല അത്. അവിടെ ചെല്ലുമ്പോൾ അത്, ഇവിടെ ചെല്ലുമ്പോൾ ഇത്, കൂട്ടായ്മയിലേക്ക് വന്ന ഹല്ലേലൂയ. അതല്ല പരിശുദ്ധാത്മാവ് തരുന്ന ആത്മീയത. മനസ്സിലാക്കുന്നവർ ഹല്ലേലൂയ പറഞ്ഞേ. ഓരല്ലോ ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. നീ എവിടെ പോയാലും ദൈവവചനത്തിൻ്റെ ഐഡന്റിറ്റി വെളിപ്പെടുത്തണം. അതിൽ നാണിക്കരുത്, നീ ലജ്ജിക്കരുത്. നീ നാണിച്ചാൽ, ലജ്ജിച്ചാൽ നിന്നിൽ പരിശുദ്ധാത്മാവില്ല മക്കളെ. വചനത്തിൽ അടിസ്ഥാനപ്പെട്ട ജീവിതങ്ങൾ എത്ര ബ്ലെസ്സഡ് ആണ് അവരുടെ ജീവിതം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. പ്രാർത്ഥന ആവശ്യപ്പെടുന്നവരുടെ നിയോഗങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് സഹോദരങ്ങളെ. മേരി കടനാട് നിയോഗം എന്താ? പരിശുദ്ധാത്മാവിൽ നിറയാൻ. കണ്ടോ, സൗഖ്യമോ ശാരീരികമായ സുഖങ്ങളോ അല്ല, ആത്മീയമായ ഇതിലേക്ക് നമ്മുടെ സമൂഹം വളരണം. ഹല്ലേലൂയ. റെനി കല്ലൂർ, അജീഷ് കല്ലൂർ മാനസാന്തരത്തിന് വേണ്ടി, ഡോണ യോഹന്നാൻ പാല, ലീലാമ സെബാസ്റ്റ്യൻ മുംബൈ, വിൻസെന്റ് കാട്ടിപ്പറമ്പ്, മറിയാമ്മ നിക്കോളസ്, ഇവരെല്ലാം പരിശുദ്ധാത്മ നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞിരിക്കുക. ആൻസി, ഇസ, ഈവ ദൈവസ്നേഹം നിറയാൻ, ക്ലാരമ്മയും കുടുംബവും, ലില്ലി ചേർത്തല, ജിനി, ഡിനു, ടോംസി, ടിഷ, അനു, ഏലിയാമ, ജോണി, സാൻജോ, സാവിയോ, സബീന, ത്രേസ്യാമ, പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി അഭിഷേകത്തിന്. നമ്മുടെ ജനം അങ്ങനെയുള്ള വാക്കുകളൊക്കെ പറയാൻ തുടങ്ങി. ഹല്ലേലൂയ പറഞ്ഞേ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഫ്രാൻസിസ് കാഞ്ഞൂർ, വിശുദ്ധി ലഭിക്കാൻ, വിശുദ്ധിയിൽ ജീവിക്കാൻ.
സഹോദരങ്ങളെ, ഒരു നിമിഷം നിങ്ങൾ ആയിരിക്കുന്നിടത്ത് കരങ്ങൾ ഉയർത്തിയേ, എല്ലാവരും കരങ്ങൾ ഉയർത്തിപ്പിടിച്ച്. ഇതാ പരിശുദ്ധ കുർബാനയിൽ നിന്ന് അഭിഷേകത്തിന്റെ തീക്കാറ്റ് വീശാൻ പോവുക. ആ കാറ്റ് വീശി അടിക്കാൻ പോവുക. പൈശാചിക പീഡകള്, ദൈവവചനത്തിന്റെ സമൃദ്ധിയെ തടസ്സപ്പെടുത്തുന്ന വചന വായനയിൽ നിന്ന്, വചന ധ്യാനത്തിൽ നിന്ന്, ദൈവവചന ഭക്ഷണത്തിൽ നിന്ന്, ദൈവവചനത്തെ സ്നേഹിക്കുന്നതിൽ നിന്ന് നമ്മെ തടസ്സപ്പെടുത്തുന്ന, പിന്തിരിപ്പിക്കുന്ന പൈശാചിക രൂപികള്, പൈശാചിക പീഡകള്, നരകത്തിന്റെ ശക്തികള്, അന്ധകാര പോരുകള്, ഇരുട്ടിന്റെ വ്യാപാരങ്ങള് ദിവ്യകാരുണ്യത്തിന് അനന്ത ശക്തിയാൽ തകർക്കപ്പെടുവാൻ ഈ നിയോഗങ്ങളിലെല്ലാം പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുവാൻ ആഗ്രഹിച്ച് കരമുയർത്തി വിളിക്കുന്ന പരിശുദ്ധാത്മാവേ. ശ്രദ്ധിക്കുന്നു, എല്ലാവരും ശ്രദ്ധിച്ചു പ്രാർത്ഥിച്ച മക്കളെ, ഉച്ചത്തിൽ വിളിച്ച്, ഉച്ചത്തിൽ വിളിച്ച്, വിശ്വാസത്തോടെ വിളിച്ച്, പരിശുദ്ധാത്മാവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കൃപ നിറയട്ടെ, കൃപ നിറയട്ടെ, കൃപ നിറയട്ടെ, കൃപ നിറയട്ടെ, കൃപ നിറയട്ടെ. ആത്മാവേ റൂഹായേ നിറയണമേ, എന്നിൽ നിറയണമേ. ആത്മാവേ നിറയണമേ, എന്നിൽ നിറയണമേ. അഗ്നിയായി തീനാവായി നിറയണമേ, എന്നിൽ. സഭ മുഴുവനിലും നിറയട്ടെ, എല്ലാ കുടുംബങ്ങളിലും നിറയട്ടെ, എല്ലാ യുവജനങ്ങളിൽ നിറയട്ടെ, എല്ലാ ദമ്പതിമാരിൽ നിറയട്ടെ. അഗ്നിയായി തീനാവായി നിറയണമേ, എന്നിൽ നിറയണമേ. ഹല്ലേലൂയ. വിശ്വസിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. പെന്തക്കോസ്തയുടെ ആത്മീയത ദൈവവചന പ്രകാരമുള്ള ജീവിതമാണ്, വചനത്തിൽ അടിസ്ഥാനമിട്ട ജീവിതമാണ്. മൂന്നാമത് പെന്തക്കോസ്ത് അവർക്ക് എന്താണ് നൽകിയത്? എന്താണ് പെന്തക്കോസ്തയുടെ ആത്മീയത? മൂന്നാമതിൻ്റെ സഹോദരങ്ങളെ അവിടെ പ്രതിപാദിച്ചിരിക്കുകയാണ്. അപ്പോസ്തല പ്രവർത്തനം 2:42 രണ്ടാമത് എന്താ പറയുന്നത്? അപ്പോസ്തലന്മാരുടെ പ്രബോധനം, കൂട്ടായ്മ, കൂട്ടായ്മ. യെസ്, കൂട്ടായ്മ, ഫെല്ലോഷിപ്പ്. അവിടെ പറയുന്നു ഫെല്ലോഷിപ്പാണ്, കൊയ്നോനിയ. ഗ്രീക്കിൽ പറയുന്ന പദം അതാണ്, കൊയ്നോനിയ എന്ന് പറഞ്ഞാൽ എന്താണ്? കർത്താവിനാൽ വിളിക്കപ്പെട്ടവരുടെ കൂട്ടത്തെയാണ് കൊയ്നോനി എന്ന് പറയുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളിത് മനസ്സിലാക്കണം. നിറം നോക്കിയോ, സൗന്ദര്യം നോക്കിയോ, വ്യക്തിയെ നോക്കിയോ, കുടുംബ പാരമ്പര്യം നോക്കിയോ, സ്ഥാനമാനം നോക്കിയോ അല്ല നമ്മൾ കൂട്ടായ്മ ആചരിക്കേണ്ടത്. കർത്താവിനാൽ വിളിക്കപ്പെട്ടവരെ, കർത്താവിനാൽ തെരഞ്ഞെടുക്കപ്പെട്ടവരെ, ഒരു മനസ്സും ഒരു ഹൃദയവും, വൺനെസ്, ഫെലോഷിപ്പ്, കൊയ്നോനിയ. അതാണ് പെന്തക്കോസ്തയുടെ ആത്മീയത, അതാണ് പെന്തക്കോസ്തയുടെ ആത്മീയത. എൻ്റെ സഹോദരങ്ങളെ, നമുക്കിത് നഷ്ടപ്പെട്ടു പോയി. നമ്മുടെ കുടുംബങ്ങളെ പിശാച് നശിപ്പിക്കുന്നു. കൂട്ടായ്മയില്ല. 5 പേരുണ്ടെങ്കിൽ 50 അഭിപ്രായങ്ങളാണ്. പിന്നെ എങ്ങനെയാ കുടുംബം രക്ഷപ്പെടുക? കർത്താവിൻ്റെ പരിശുദ്ധ വചനം പറയുന്നുണ്ട്, അന്തചിത്രമുള്ള, കലഹമുള്ള ഒരു ഭവനവും നിലനിൽക്കുകയില്ല. കൂട്ടായ്മ നഷ്ടപ്പെട്ടു. കൊച്ചു കൊച്ചു കാര്യങ്ങളെ പ്രതി, നിസാര കാര്യങ്ങളെ പ്രതി വഴക്ക്, ഭിന്നത, അനൈക്യം, ബഹളം, വിഭാഗീയത, അടിപിടി, അസ്വസ്ഥതകൾ എന്ന് വേണ്ട, കൂട്ടായ്മ എന്ന് പറയുന്ന ആ ഒരു ക്രൈസ്തവ അനുഭവം നമുക്ക് നഷ്ടപ്പെട്ടു പോയി. നമ്മുടെ കുടുംബങ്ങൾ ഛിന്ന ഭിന്നമാകുന്നു, സമൂഹങ്ങൾ ഛിന്ന ഭിന്നമാകുന്നു. സഭയിൽ ചേരിതിരിവുകൾ, റീത്തിൻ്റെ പേരിൽ, ലിറ്റർജിയുടെ പേരിൽ, മറ്റു അനേക കാര്യങ്ങളുടെ പേരിൽ, നിസ്സാര കാര്യങ്ങളാണിതൊക്കെ. എൻ്റെ സഹോദരങ്ങളെ, ഇതിൻ്റെ പേരിൽ കൂട്ടായ്മ നഷ്ടപ്പെട്ട്, ഐക്യം നഷ്ടപ്പെട്ട് ഇത് ചിതറിക്കപ്പെടുന്നു. പെന്തക്കോസ്തയുടെ ആത്മീയത കൊയ്നോനിയാണ്, ഫെല്ലോഷിപ്പ്. അത് കൂട്ടായ്മയുടെ അനുഭവമാണ്. മനസ്സിലാകുന്നവര് വിശ്വസിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് ഈ പെന്തക്കോസ്ത, ഈ നൈറ്റ് വിജിലേക്ക് നമ്മൾ കടക്കാൻ പോവാണ്. സഹോദരങ്ങളെ, ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ വിള്ളലുണ്ടെങ്കിൽ, സ്നേഹിക്കാൻ പറ്റുന്നില്ല, മാതാപിതാക്കൾ മക്കൾ നമ്മളെ ബന്ധത്തിൽ ഈ കൂട്ടായ്മയുടെ, സ്നേഹത്തിൻ്റെ, ഐക്യത്തിൻ്റെ തലങ്ങളിൽ വിള്ളലുണ്ടെങ്കിൽ കണ്ണുനീരോടെ പരിശുദ്ധാത്മാവിനെ വിളിച്ചു പ്രാർത്ഥിക്കണം.
തകർന്ന ബന്ധങ്ങൾ പരിശുദ്ധാത്മ ശക്തിയാൽ പുനരുദ്ധരിക്കപ്പെടട്ടെ, കൂട്ടിച്ചേർക്കപ്പെടട്ടെ, റീസ്റ്റോർ ചെയ്യപ്പെടട്ടെ. അതാണ് പെന്തക്കോസ്ത് നമുക്ക് തരുന്നത്. നമ്മുടെ സഭയിൽ ഇത് സംഭവിക്കണം. നിങ്ങൾ ചിന്തിച്ചു നോക്കി, ഈ പത്രോസ്, യോഹന്നാൻ, അവർക്ക് പലവിധ അഭിപ്രായ ഭിന്നതകൾ ഉണ്ടായിരുന്നു. അവരിൽ ആരാണ് വലിയവരെന്നുള്ള തർക്കം അവരിൽ ഉണ്ടായിരുന്നു. എന്നാൽ പരിശുദ്ധാത്മ അനുഭവം ഉണ്ടായി. പെന്തക്കോസ്ത് വന്നു കഴിഞ്ഞപ്പോൾ, പരിശുദ്ധാത്മാവിന്റെ തീ സാന്നിധ്യം അവർക്ക് ലഭിച്ചപ്പോൾ, പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റിനാൽ അവർ ജീവിക്കാൻ തുടങ്ങിയപ്പോൾ എന്താ സംഭവിച്ചത്? അപ്പോസ്തല പ്രവർത്തനം 3:1 വായിച്ചേ നിങ്ങൾ. പരസ്പര അഭിപ്രായ ഭിന്നതയും തങ്ങളിൽ ആരാണ് വലിയവരെന്ന് പറഞ്ഞ തർക്കവും, അതുമൂലമുള്ള ഈർഷ, അതുമൂലമുള്ള ഈഗോയിസം, അതുമൂലമുള്ള പക, നീരസം, ഇങ്ങനെയുള്ളവരായിരുന്നു അവരെ. എന്നാൽ പെന്തക്കോസ്തയുടെ ആത്മീയത, പെന്തക്കോസ്തയുടെ ശക്തി അവരിലേക്ക് വ്യാപരിച്ചപ്പോൾ, സഹോദരങ്ങളെ, എന്താണ് പരിശുദ്ധ വചനം പറയുന്നത്? ഒരു ദിവസം 9-ാം മണിക്കൂറിലെ പ്രാർത്ഥനയ്ക്കായി പത്രോസും യോഹന്നാനും, വേറെ ഒരു ശിഷ്യന്മാരുടെ പേരും പറയുന്നില്ല. എനിക്ക് തോന്നുന്നു പത്രോസ് യോഹന്നാനും തമ്മിലായിരുന്നു കൂടുതൽ അടി. കാരണം സഭയുടെ അധികാരിയായി കർത്താവ് നിയോഗിച്ച പത്രോസിനെയാണ്. സ്വർഗരാജ്യത്തിൻ്റെ താക്കോലുകൾ നിനക്ക് ഞാൻ നൽകും, നരക കവാടങ്ങൾ ഇതിനെതിരെ പ്രബലപ്പെടുകയില്ല. കർത്താവിൻ്റെ ശക്തമായ പ്രോമീസാണ് തൻ്റെ സഭയോടുള്ള ബന്ധത്തിൽ. എന്നാൽ കർത്താവ് ഈശോയുടെ വശസ്സിലേക്ക് ചാരിക്കിടന്ന് കർത്താവിൻ്റെ ഹൃദയ തുടിപ്പുകൾ, ആ ചങ്കിൻ്റെ തുടിപ്പുകൾ ഒപ്പിയെടുത്തവനായിരുന്നു. അത്രയും വിട്ടുപിരിയാത്ത ഒരു ഇൻറ്റിമസി ആയിരുന്നു യോഹന്നാൻ. ഇതുമൂലം ഇവർ തമ്മിൽ പലപ്പോഴും ക്ലാഷ് ഉണ്ടായിട്ടുണ്ട്. എൻ്റെ സഹോദരങ്ങളെ, പെന്തക്കോസ്ത് വന്നപ്പോൾ, പരിശുദ്ധാത്മാവിൻ്റെ കാറ്റ് വീശി അടിച്ചപ്പോൾ, റൂഹായുടെ അനുഭവം അവരിലേക്ക് വന്നപ്പോൾ, അവർ ഒന്നിച്ച് പോവുകയാണ്. അവർ ഒന്നിച്ച് ചിന്തിക്കുന്നു, അവർ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നു, അവർ ഒന്നിച്ച് സുവിശേഷ വേല ചെയ്യുന്നു, അവർ ഒന്നിച്ച് ആഹാരം കഴിക്കുന്നു, അവർ ഒന്നിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രോത്സാഹിപ്പിക്കുന്നു. എല്ലാം ഒന്നിച്ചാണ്. വൺനെസ്, കൊയ്നോനിയ, കൂട്ടായ്മയുടെ ഫെലോഷിപ്പിൻ്റെ അനുഭവം. പത്രോസും യോഹന്നാനും ദേവാലയത്തിലേക്ക് പോവുകയായിരുന്നു. ദൈവാലയത്തിലേക്ക് എന്തിനാ പോകുന്നത്? പ്രാർത്ഥിക്കാനായി പോവുകയായിരുന്നു. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. ഭാര്യ ഭർത്താക്കന്മാരിൽ, മാതാപിതാക്കൾ മക്കളിൽ, സമർപ്പിതരെ, എൻ്റെ ബഹുമാനപ്പെട്ട അമ്മമാരെ, നമ്മുടെ സമർപ്പിത സമൂഹങ്ങളിലെല്ലാം ഈ കൊയ്നോനി എക്സ്പീരിയൻസ് ഉണ്ടാകണം. ജൂനിയർ, സീനിയർ, അധികാരത്തിൻ്റെ പേരിൽ, അതുപോലെ തന്നെ കൊച്ചു കൊച്ചു കാര്യങ്ങളുടെ പേരിൽ പിണക്കം, വഴുക്ക്, അനാവശ്യമായ ഈഗോ, അസ്വസ്ഥതകൾ, ഭിന്നതകൾ, നീരസം, പക, വിദ്വേഷം, മറുതലിപ്പ്, അത് പരിശുദ്ധാത്മാവല്ല. അതൊന്നുമല്ല പെന്തക്കോസ്തയുടെ ആത്മീയത. വിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ സ്വപ്നം, കർത്താവേ, അവിടുത്തെ സഭ മുഴുവനിലും പെന്തക്കോസ്തയുടെ ആത്മീയത പടരട്ടെ, പെന്തക്കോസ്തയുടെ ആത്മീയത പടരട്ടെ, പെന്തക്കോസ്തയുടെ ആത്മീയത പടരട്ടെ. യെസ്, അത് കൊയ്നോനി എക്സ്പീരിയൻസ് ആണ്. നമ്മുടെ സഭയിൽ അതുണ്ടാകണം. അഭിനന്ദ പിതാക്കന്മാർ പരസ്പരം ഈ കൊയ്നോനിയിലേക്ക് വരണം. ബഹുമാനപ്പെട്ട വന്യ വൈദികർ പരസ്പരം, സമർപ്പിതർ പരസ്പരം, അൽമായ പ്രേക്ഷിതർ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഈ ഫെലോഷിപ്പിൻ്റെ അനുഭവം ഉണ്ടാകണം. സഹോദരങ്ങളെ, ഇതാണ് പെന്തക്കോസ്തയുടെ ആത്മീയത. പെന്തക്കോസ്ത് അവർക്ക് പ്രദാനം ചെയ്ത മൂന്നാമത്തെ ശ്രേഷ്ഠമായ അനുഭവമായിരുന്നു കൂട്ടായ്മയുടെ എക്സ്പീരിയൻസ്. അവർ ഒന്നിച്ച് എപ്പോഴും ഒന്നിച്ച. സംശയമുണ്ടോ? അപ്പോസ്തല പ്രവർത്തനം 5:12 പെട്ടെന്ന് വായിച്ച ആ വചനം. അപ്പോസ്തല പ്രവർത്തനം 5:12 എന്താ പറയുന്നത്? അപ്പോസ്തലന്മാരുടെ കരങ്ങൾ വഴി, അതിന്റെ അവസാന ഭാഗത്തേക്ക് വരിക, അവർ എല്ലാ ദിവസവും ഏകമനസ്സോടെ സോളമന്റെ മണ്ഡപത്തിൽ ഒന്നിച്ചുകൂടി പ്രാർത്ഥിക്കുക പതിവായിരുന്നു. എവരിഡേ, ഡേ ബൈ ഡേ, ദിനംതോറും ഏക മനസ്സോടെ ഒന്നിച്ചു വന്ന് പ്രാർത്ഥിക്കുക. ഇതാണ് പെന്തക്കോസ്തയുടെ ആത്മീയത. ഇതാണ് പരിശുദ്ധാത്മാനുഭവം. എൻ്റെ സഹോദരങ്ങളെ, ഇനിയുള്ള ദിനങ്ങളിൽ നമ്മൾ ഇതിനാണ് ജീവിക്കേണ്ടത്. ഈ ആത്മീയതയിലാണ് നമ്മൾ വ്യാപരിക്കേണ്ടത്. ഈ ആത്മീയതയാണ് നമ്മുടെ കുടുംബങ്ങളെ കൺട്രോൾ ചെയ്യേണ്ടത്. ഈ ഒരു സ്പിരിച്വാലിറ്റിയാണ്
ഇന്ന് സഭയെ വളർത്തേണ്ടതും സമ്പന്നമാക്കേണ്ടതും. നാലാമത്, നമുക്ക് പെട്ടെന്ന് പോകാം. നാലാമത് എന്താ പരിശുദ്ധ വചനം പറയുന്നത്? പെന്തക്കോസ്ത് അവർക്ക് നൽകിയ നാലാമത്തെ ശ്രേഷ്ഠമായ അനുഭവം എന്തായിരുന്നു? അപ്പം മുറിക്കൽ. അപ്പം മുറിക്കൽ. യെസ്, പരിശുദ്ധ കുർബാന. പരിശുദ്ധ കുർബാനയിൽ കേന്ദ്രീകൃതമായൊരു ജീവിതം. അവർ ദിവ്യ കാരുണ്യത്തിൻ്റെ പ്രേക്ഷിതരാണ്. നമുക്ക് ഒത്തിരിയേറെ വചനങ്ങൾ ഇങ്ങനെ ദിവ്യ കാരുണ്യമെന്ന് അങ്ങനെ എടുത്തു പറയുന്നില്ലെങ്കിലും എത്രയോ പ്രാവശ്യം അവർ ഒന്നിച്ച് ഏക മനസ്സോടെ അപ്പം മുറിച്ച് കർത്താവിൻ്റെ രക്തശരീരങ്ങൾ ഉൾക്കൊള്ളുകയാണ്. പെന്തക്കോസ്തയുടെ ആത്മീയത പരിശുദ്ധ കുർബാനയുടെ ആത്മീയതയാണ്, ദിവ്യകാരുണ്യത്തിൻ്റെ ആത്മീയതയാണ്. സഹോദരങ്ങളെ, മറന്നുപോകരുത്. പരിശുദ്ധാത്മ നമുക്ക് തരുന്ന ആത്മീയത അതാണ്. അപ്പോസ്തല പ്രവർത്തനം 2-ാം അധ്യായം, അവിടെ ദൈവത്തിൻ്റെ വചനം പറയുന്നു, 46-ാമത്തെ തിരുവാക്യം. അവർ ഏക മനസ്സോടെ താല്പര്യപൂർവം അനുദിനം ദേവാലയത്തിൽ ഒന്നിച്ചു കൂടുകയും ഭവനം തോറും അപ്പം മുറിക്കുന്നു. ആദിമ സഭയുടെ ആ ലിറ്റർജി നമുക്കറിയാം. നമ്മൾ ഇന്ന് കാണുന്ന ഈ ലിറ്റർജി ഒന്നും അന്ന് ഇല്ല സഭയിലെ. സഭയുടെ ആരംഭ നാളുകളാണ്. അവർ ഒന്നിച്ചുകൂടി കർത്താവിൻ്റെ നാമം വിളിച്ച് കർത്താവായ യേശുവിൻ്റെ പീഡാസഹനവും കുരിശുമരണവും ഉത്ഥാനവും അവർ അനുസ്മരിച്ചുകൊണ്ട് കർത്താവിനെ ആരാധിച്ച് അപ്പം മുറിച്ച് കർത്താവായ യേശുവിൻ്റെ രക്തശരീരങ്ങൾ ഉൾക്കൊള്ളുകയാണ്. എവരിഡേ അവർ ആനന്ദത്തോടെ, ആഹ്ലാദത്തോടെ, ഹൃദയ ലാളിത്യത്തോടെ അവർ ഒന്നിച്ച് ഈ ഒരു അനുഭവത്തിൽ വളരുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, പെന്തക്കോസ്തയുടെ ആത്മീയത ദിവ്യകാരുണ്യത്തിൽ അടിസ്ഥാനമിട്ട ആത്മീയതയാണ്. പരിശുദ്ധ കുർബാനയില്ലാതെ, ദിവ്യകാരുണ്യമില്ലാതെ നമുക്ക് നമ്മുടെ വിശ്വാസ യാത്ര വിശ്വസ്തയോടെ പൂർത്തീകരിക്കുവാൻ സാധിക്കുകയില്ല. വിശ്വസിക്കുന്നവർ ഉച്ചത്തിൽ ഹല്ലേലൂയ പറയേ. നമ്മുടെ വിശ്വാസ യാത്ര അത് പൂർത്തീകരിക്കുവാൻ, വിശ്വസ്തയോടെ ഈ യാത്ര മുന്നോട്ട് കൊണ്ടുപോകുവാൻ കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന അവൻ്റെ രക്തശരീരങ്ങൾ. അതുകൊണ്ട് ഈശോ പറഞ്ഞത്, എൻ്റെ ശരീരം യഥാർത്ഥ ഭക്ഷണമാണ്, എൻ്റെ രക്തം യഥാർത്ഥ പാനീയവുമാണ്. വിശ്വസിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞേ. പോരെ, ശക്തിയോടെ പറഞ്ഞേ. അതുകൊണ്ടല്ലേ പരിശുദ്ധ സഭയിൽ എത്രയോ വിശുദ്ധാത്മാക്കള് 25 വർഷം, 35 വർഷം, ചില 55 വർഷം വരെ പരിശുദ്ധ കുർബാന മാത്രം ഭക്ഷിച്ച് ജീവിച്ച എത്രയോ വിശുദ്ധാത്മാക്കൾ പരിശുദ്ധ സഭയിലുണ്ട്. കർത്താവിൻ്റെ ഈ വചനങ്ങൾ എത്ര പവർഫുള്ളാണ്. എൻ്റെ ശരീരം യഥാർത്ഥ ഭക്ഷണമാണ്, യഥാർത്ഥ ഭക്ഷണം എൻ്റെ ശരീരമാണ്, യഥാർത്ഥ പാനീയം എൻ്റെ രക്തമാണ്. സഹോദരങ്ങളെ, നാലാമത് പെന്തക്കോസ്ത് അവർക്ക് പ്രദാനം ചെയ്തത് ഈ പരിശുദ്ധ കുർബാനയുടെ അനുഭവമായിരുന്നു. അഞ്ചാമത് പെന്തക്കോസ്തയുടെ ആത്മീയത എന്ന് പറയുന്നത്, നമ്മൾ ശ്രദ്ധിക്കണം, ഇനി നമ്മൾ ഈ സമയം മുതൽ ഈ ആത്മീയതയിൽ ജീവിക്കണം. പലവിധ സ്പിരിച്വാലിറ്റികൾ ഇന്ന് നമ്മുടെ ഇടയിലുണ്ട്. എന്നാൽ പരിശുദ്ധാത്മ വ്യക്തമായി നിർമ്മലമായ വചനത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്ന, പരിശുദ്ധാത്മാവ് തന്നെ സഭയ്ക്ക് നൽകിയ ആദ്യ പെന്തക്കോസ്തയിലൂടെ പരിശുദ്ധാത്മാവ് തൻ്റെ പ്രിയപ്പെട്ടവർക്ക് നൽകിയ ആത്മീയത, ഈ 10 വചനങ്ങളിൽ അപ്പോസ്തല പ്രവർത്തനം 2:37 മുതൽ 47 വരെയുള്ള ആ 10 പരിശുദ്ധ വചനങ്ങളിൽ വ്യക്തമായി ദൈവത്തിൻ്റെ റൂഹ എഴുതി വെച്ചിട്ടുണ്ട് സഹോദരങ്ങളെ. അതാണ് ക്രൈസ്തവ ജീവിതം, അതാണ് ക്രൈസ്തവ ആധ്യാത്മികത, അതാണ് സഭയുടെ ആത്മീയത. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് കരങ്ങൾ ഉയർത്തി ഒരു 3 പ്രാവശ്യം ഉച്ചത്തിൽ വിളിച്ച് ആ ആദിമ സഭയുടെ ചൈതന്യത്തിലേക്ക് കർത്താവേ, ഈ ഇന്നത്തെ സഭയെ നയിക്കണമേ, ഞങ്ങളെ ഓരോരുത്തരെയും നയിക്കണമേ ആഗ്രഹിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ വിളിക്കുന്നു, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു,
സ്തുതിക്കുന്നു സ്തുതിക്കുന്നു ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു സ്തുതിക്കുന്നു. ആരാധന, പെന്തക്കോസ്തയുടെ ആത്മീയത ആരാധന, സഭ മുഴുവനിലും പടരട്ടെ, ഹല്ലേലൂയ, എല്ലാ ഹല്ലേലൂയ. കുടുംബങ്ങളിലും പടരട്ടെ, ഹല്ലേലൂയ, എല്ലാ ഹല്ലേലൂയ. വൈദികരിലും എല്ലാ സമർപ്പിതരിലും ആത്മായ പ്രേക്ഷിതരിൽ കർത്താവിന്റെ യുവമക്കളിൽ കർത്താവിന്റെ കുഞ്ഞുങ്ങളിൽ ഈ ആത്മീയത പടരട്ടെ. ആരാധന, ആരാധന. സ്തുതിക്കുന്നു സ്തുതിക്കുന്നു സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പണ്ടത്തെ പോലെ നല്ലൊരു കാലം നാഥാ നീ തന്നിടണേ, തന്നിടും എന്നെ പൂർണ്ണമായി ഇന്ന് നാഥാ നിൻ സന്നിധിയിൽ, നാഥാ നിൻ സന്നിധിയിൽ. ഈശോ 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 റൂഹ റൂഹ റൂഹ. നാഥാ നിൻ ആമേൻ, ആമേൻ. സന്നിധിയിൽ. അഞ്ചാമത് പെന്തക്കോസ്തയുടെ ആത്മീയത, പെന്തക്കോസ്ത് അവർക്ക് പ്രദാനം ചെയ്ത അഞ്ചാമത്തെ ശ്രേഷ്ഠമായ അനുഭവം അപ്പോസ്തല പ്രവർത്തനം 2:42 അവസാന വാക്കിൽ കാണുവാൻ കഴിയും. എന്തായിരുന്നു? പ്രാർത്ഥന. പ്രാർത്ഥന. യെസ്, പ്രാർത്ഥന. എൻ്റെ സഹോദരങ്ങളെ, പെന്തക്കോസ്തയുടെ ആത്മീയത എന്ന് പറയുന്നത് സ്ഥിരതയാർന്നൊരു പ്രാർത്ഥനാ ജീവിതമാണ്. സ്ഥിരതയുള്ളൊരു പ്രാർത്ഥന, നിലനിൽക്കുന്നൊരു പ്രാർത്ഥന, ആവേശത്താലുള്ളൊരു പ്രാർത്ഥനയല്ല. അത് ഒരാഴ്ചയുണ്ടാവുള്ളൂ. സ്ഥിരതയോടുകൂടിയുള്ള പ്രാർത്ഥന, നിലനിൽക്കുന്നൊരു പ്രാർത്ഥന. നമുക്കറിയാം, നവീകരണ മുന്നേറ്റത്തിൻ്റെ ആരംഭ നാളുകളിൽ ഇന്ന് ബഹുമാനപ്പെട്ട ജെയിംസ് മഞ്ഞാക്കലച്ചോടെ വന്നപ്പോൾ അച്ഛൻ പ്രത്യേകം എടുത്ത് പറഞ്ഞൊരു കാര്യം ഇതാണ്: ഞങ്ങളുടെ നാളുകളിലൊക്കെ വ്യക്തിപരമായ പ്രാർത്ഥനയ്ക്ക് വലിയ പ്രാധാന്യമുണ്ടായിരുന്നു. അതുകൊണ്ട് വ്യക്തികളിൽ ജീവിത വിശുദ്ധി ഉണ്ടായിരുന്നു, പരിശുദ്ധാത്മാവിൻ്റെ കൃപയുടെ സാന്നിധ്യമുണ്ടായിരുന്നു, പരിശുദ്ധാത്മ നടത്തിപ്പുണ്ടായിരുന്നു, പരിശുദ്ധാത്മന് വലിയൊരു ഒഴുക്കായിരുന്നു. ഈ അഭിഷേകത്തിൻ്റെ ഒഴുക്കിലായിരുന്നു ആ നാളുകളിലെ ദൈവരാജ്യ ശുശ്രൂഷകളെല്ലാം നടത്തപ്പെട്ടത്. ബഹുമാനപ്പെട്ട മാക്കിലച്ചൻ പലപ്പോഴും പറയേണ്ട, ഇന്ന് ഒത്തിരി പ്രോഗ്രാമുകൾ നമുക്കുണ്ട്, പക്ഷെ റിസൾട്ട് വളരെ കുറച്ചു മാത്രം. ഒത്തിരി പ്രോഗ്രാമുകൾ നമുക്കുണ്ട്, പക്ഷെ അതിലൊന്നും വേണ്ട വിധം അഭിഷേകത്തിന് ഒഴുക്കില്ല, പരിശുദ്ധാത്മ പ്രവാഹമില്ല, പരിശുദ്ധാത്മാവിൻ്റെ ചലനങ്ങളില്ല, പരിശുദ്ധാത്മാവിൻ്റെ വ്യാപനമില്ല. കുറെ പ്രോഗ്രാമുകൾ, നമ്മൾ പറയില്ലേ, കുറെ ഗിമ്മിക്സ് കാണിക്കുകയാണ്. എന്താ? അഭിഷേകം നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് അനേകരെ ബോധ്യപ്പെടുത്തുവാൻ നമ്മൾ പലതും കാട്ടിക്കൂട്ടുന്നു. ഈ കാട്ടിക്കൂട്ടലുകളിലൊന്നും പരിശുദ്ധാത്മാവില്ല മക്കളെ. ഒരു ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ. ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ, ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മൾ ഈ അഭിഷേകം പ്രാപിച്ചേ മതിയാകൂ. ഈ ആത്മീയതയിലേക്ക് നമ്മൾ തിരിച്ചു വരണം. പെന്തക്കോസ്തയുടെ ആത്മീയത, പെന്തക്കോസ്തയുടെ സംസ്കാരം, അത് പ്രാർത്ഥനയുടെ സംസ്കാരമാണ്, അത് വചനത്തിൻ്റെ സംസ്കാരമാണ്, അത് ദിവ്യകാരുണ്യത്തിന്റെ സംസ്കാരമാണ്, അത് കൂട്ടായ്മയുടെ സംസ്കാരമാണ്, അത് മാനസാന്തരത്തിന്റെ സംസ്കാരമാണ്. സഹോദരങ്ങളെ, വെറുമൊരു ഇമോഷണലി വൈകാരികമായ ഒന്നല്ല പരിശുദ്ധാത്മ അനുഭവം എന്ന് പറയുന്നത്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. പോരാ പോരാ, ഉച്ചത്തിൽ പറഞ്ഞേ. ഹല്ലേലൂയ. 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 ആദിമസഭ അവർ ഏതു നേരത്തും ഏത് കാലത്തും എന്തിനും ഏതിനും പരിശുദ്ധാത്മാവിനെ ആശ്രയിക്കുകയാണ്, പരിശുദ്ധാത്മാവിനെ ആശ്രയിക്കുകയാണ്. എത്രയോ വചനങ്ങൾ കാണാം. വലിയ പ്രതിസന്ധി ഉണ്ടായപ്പോൾ അവരെല്ലാം ഒന്നിച്ചുകൂടി. വേണമെങ്കിൽ അവർ ആയിരങ്ങൾ ആ കാലഘട്ടത്തിലുണ്ടായിരുന്നു. എല്ലാവർക്കും ഒരു ഒപ്പുശേഖരണമൊക്കെ നടത്തി, ഒരു ഹർജി തയ്യാറാക്കി, ഒരു മെമ്മോറാണ്ടം തയ്യാറാക്കി അന്നത്തെ അധികാരികളുടെ മുൻപിൽ അത് സമർപ്പിക്കാമായിരുന്നു. ഒപ്പുശേഖരണമൊക്കെ നടത്തിയിട്ട് അതൊന്നും വേണ്ട എന്നല്ല പറയുന്നത്. പരിശുദ്ധാത്മാവിനെ മാറ്റി നിർത്തി ഒപ്പുശേഖരണത്തിന് പുറകെ പോയി, ഹർജിയുടെ പുറകെ പോയി, മെമ്മോറാണ്ടത്തിന് പുറകെ പോയാൽ എൻ്റെ സഹോദരങ്ങളെ, അതൊക്കെ നമുക്ക് തകർച്ചയായിരിക്കും, ഇന്നല്ലെങ്കിൽ നാളെ. വിശ്വസിക്കുന്നവർ ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആൾക്ക് കരം കൊടുത്തുകൊണ്ട് പറ, പരിശുദ്ധാത്മാവാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. പറഞ്ഞേ, പരിശുദ്ധാത്മാവാണ് ഏറ്റവും, അവനാണ് സുപ്രീം പ്രയോറിറ്റി, അവൻ മാത്രമാണ്. പ്രൈസ് ദി ലോർഡ്. ചേർത്ത് പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോസ്തല പ്രവർത്തനം 4:24 എന്താ പറയുന്നത്? ആ വചനം എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേ.
അപ്പോസ്തലപ്രവൃത്തി 4:24. ഇത് കേട്ടപ്പോൾ അവർ ഏക കണ്ടോ, മനസ്സോടെ അപ്പോസ്തലന്മാര് വന്ന് അവർ അനുഭവിച്ച പ്രതിസന്ധികള്, അവരെ നേരിട്ട പീഡനങ്ങള്, അവർക്കുണ്ടായ ഭീഷണികള്, ഇതെല്ലാം ദൈവജനത്തെ അറിയിച്ചപ്പോൾ വിശ്വാസികൾ ഒന്നിച്ച് പരിശുദ്ധാത്മാവിനെ വിളിക്കുകയാ. ധൈര്യത്തിന് വേണ്ടി, ആത്മശക്തിക്ക് വേണ്ടി, അഭിഷേകത്തിന് വേണ്ടി, കൃപാവരങ്ങൾക്ക് വേണ്ടി മുട്ടുകുത്തി കരമുയർത്തി പ്രാർത്ഥിച്ചു. അതാണ് പെന്തക്കോസ്തയുടെ ആത്മീയത. അല്ലാതെ അവര് ലോകപ്രകാരമുള്ള വഴികളിലേക്കല്ല പോയത്. അന്നും അവിടെ കുറച്ചൊക്കെ കാര്യപ്രാപ്തിയുള്ളവരൊക്കെ ഉണ്ടാകും സഭയില്. അവിടെ പുറകെ ഒന്നും പോയില്ല. ജനക്കൂട്ടം ഒന്ന് ചേർന്ന് എന്താ പറയുന്നത്? ഉച്ചത്തിൽ ദൈവത്തോട് അപേക്ഷിച്ചു, ദൈവത്തെ വിളിച്ചു. കർത്താവേ, കർത്താവേ, അവരുടെ ഭീഷണികളെ ശ്രദ്ധിക്കണമേ. കർത്താവേ, അങ്ങ് ഇടപെടണമേ. ഞങ്ങൾക്ക് വേണ്ടി കരങ്ങൾ നീട്ടണമേ. ഞങ്ങളെ നിയന്ത്രിക്കണമേ. ഞങ്ങളെ എംപവർ ചെയ്യണമേ. ഈ പ്രാർത്ഥനയുടെ മുൻപിൽ സ്വർഗം ചലിച്ചു. സ്പിരിറ്റിന്റെ വ്യാപനമുണ്ടായി, സ്പിരിറ്റിന്റെ മാനിഫെസ്റ്റേഷൻ ഉണ്ടായി. അപ്പോസ്തലപ്രവൃത്തി 4:31 പറയുന്നു, പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അവർ സമ്മേളിച്ചിരുന്ന സ്ഥലം കുലുങ്ങി. എന്റെ സഹോദരങ്ങളെ, സ്ഥലം കുലുങ്ങാനാണോ അവര് പ്രാർത്ഥിച്ചത്? ആണോ? അല്ല, സ്ഥലം കുലുങ്ങാനല്ല പ്രാർത്ഥിച്ചത്. എന്താണ് ആ സ്ഥലം കുലുങ്ങാനുള്ള കാരണം? അവരെല്ലാവരും, നിങ്ങൾ ശ്രദ്ധിക്കണം, എല്ലാറ്റിൻ്റെയും അതിനാഥനും എല്ലാറ്റിന്റെ മേൽ ആധിപത്യമുള്ളവനും ഞാനാണ്. ഈ പ്രതിസന്ധിയുടെ മേൽ എൻ്റെ കരമുണ്ട്. ഞാനാണ് ഈ പ്രതിസന്ധിയെ ഇനി നിയന്ത്രിക്കുന്നത്. ഈ പ്രശ്നത്തിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല, നിങ്ങളെ വിളിച്ച ഞാൻ കൂടെയുണ്ട് എന്ന് പരിശുദ്ധാത്മ ഉറപ്പ് കൊടുക്കുകയാണ്. രണ്ടാമത്തെ റിസൾട്ട് അവിടെ പറയുന്നത് എന്താ? അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ പൂരിതരായി. പ്രാർത്ഥനയുടെ പവർ എത്രയോ പ്രാവശ്യം, സമയക്കുറവ് കൊണ്ട് വായിക്കുന്നില്ല, എത്രയോ പ്രാവശ്യം നിങ്ങൾ പരിശുദ്ധ വചനത്തിലോട്ട് വാ മക്കളെ. അപ്പോസ്തലപ്രവൃത്തികൾ വായിക്കേ. അവിടെ എല്ലാം അവർ ഒന്നിച്ചു പ്രാർത്ഥിച്ചു. അവർ പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയിൽ മുഴുകി തീഷ്ണതയോടെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. എത്രയോ പ്രാവശ്യം ദൈവത്തിൻ്റെ റൂഹ തിരുവചനത്തിൽ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. ഹല്ലേലൂയ പറഞ്ഞേ. പെന്തക്കോസ്തയുടെ ആത്മീയത പ്രാർത്ഥനയുടെ ആത്മീയതയാണ്. പ്രാർത്ഥനയുടെ സംസ്കാരമാണ് പെന്തക്കോസ്തയുടെ സംസ്കാരം. ആദിമസഭയുടെ ആയുധം പ്രാർത്ഥനയായിരുന്നു. നമ്മൾ പാടുന്നില്ലേ? പ്രാർത്ഥനയാലെ സാധിക്കാത്ത കാര്യമില്ലൊന്നും, പ്രാർത്ഥിക്കാത്ത കാരണത്താൽ ലഭിക്കുകയില്ലൊന്നും. എല്ലാവരും പറഞ്ഞേ, പ്രാർത്ഥനയാലെ സാധിക്കാത്ത കാര്യമില്ലൊന്നും, പ്രാർത്ഥിക്കാത്ത കാരണത്താൽ ലഭിക്കുകയില്ലൊന്നും. പെന്തക്കോസ്തയുടെ ആത്മീയത പ്രാർത്ഥനയുടെ ആത്മീയതയാണ്. പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങൾ, ഈ പെന്തക്കോസ്തയുടെ അഭിഷേകം അതാണ്. പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങൾ, പ്രാർത്ഥിക്കുന്ന സമൂഹങ്ങൾ, പ്രാർത്ഥിക്കുന്ന കൂട്ടായ്മകൾ, ഇതെല്ലാം സഭയിൽ ശക്തമാകണം. വിശ്വസിക്കുന്നവർ ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. പോരെ, ശക്തിയോടെ പറഞ്ഞേ. ഹല്ലേലൂയ. 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 പെന്തക്കോസ്ത് അവർക്ക് നൽകിയ ആറാമത്തെ ശ്രേഷ്ഠമായ അനുഭവം എന്തായിരുന്നു സഹോദരങ്ങളെ? ദൈവഭയത്തോടുകൂടിയുള്ള ജീവിതമാണ്. ദൈവഭയത്തോടുകൂടിയുള്ള ജീവിതം. ഇന്ന് സ്പിരിറ്റ് ഓഫ് റെവറൻസ് നമ്മുടെ സഭയിൽ നിന്ന് കുറേയൊക്കെ പോയി. സ്പിരിറ്റ് ഓഫ് റെവറൻസ്, ദൈവഭയത്തിൻ്റെ ആത്മാവ് നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് പോയി, നമ്മുടെ സമൂഹത്തിൽ നിന്ന് പോയി. ആർക്കും എന്തും പറയാം, എന്തും ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം. ആ ഒരു അവസ്ഥയിലെല്ലാം അധപതിച്ചു പോയി. ഡിസ്റെസ്പെക്റ്റ്, അനാദരവ്, അനാസ്ഥകള് ദൈവിക കാര്യങ്ങളോട്, ദൈവവചനത്തോട്, പരിശുദ്ധ കുർബാനയോട്, ദൈവത്തിനായി പ്രതിഷ്ഠിതമായ സ്ഥലങ്ങളോട്, വിശുദ്ധ വസ്തുക്കളോട് എല്ലാം അനാദരവായി, റെവറൻസ് ഇല്ലാതെ ഇന്ന് ഒത്തിരി മക്കൾ പെരുമാറുന്നു.
എൻ്റെ സഹോദരങ്ങളെ, പെന്തക്കോസ്തയുടെ ആത്മീയത ദൈവ ഭയത്തോടെയുള്ള ജീവിതമാണ്. അപ്പോസ്തല പ്രവർത്തനം 2:43 എന്താണ് പരിശുദ്ധ വചനം പറയുന്നത്? എല്ലാവരിലും ഇത് മാനുഷികമായ ഭയമല്ല. പട്ടിയെ കാണുമ്പോൾ നമുക്കുണ്ടാവുന്ന സ്വാഭാവിക ഭയമാണോ ഇത്? അല്ല സഹോദരങ്ങളെ, ഇത് ദ സ്പിരിറ്റ് ഓഫ് ദ ഫിയർ ഓഫ് ദ ലോർഡ് ആണ്. സ്പിരിറ്റ് ഓഫ് റെവറൻസ് ആണ്. എല്ലാവരിലും കണ്ടു ദൈവഭയം ഉണ്ടാവുകയാണ്. ദൈവഭയം ഉണ്ടാവുകയാണ്. ഈ ദൈവഭയത്തിൻ്റെ അരൂപി നമ്മളിൽ നിറയുമ്പോഴാണ് ജീവിത വിശുദ്ധി, സത്യവിശ്വാസം, സുവിശേഷ സാക്ഷ്യം ഇതെല്ലാം കൃത്യമായി നമ്മിൽ വെളിപ്പെടുകയുള്ളൂ. ഇത് ഒരു പ്രാവശ്യം 2 പ്രാവശ്യമല്ല സഹോദരങ്ങളെ. എവിടെയെല്ലാം ഇതാണ് പെന്തക്കോസ്തയുടെ ആത്മീയത. അപ്പോസ്തല പ്രവർത്തനം 9:31 നമ്മൾ വരുമ്പോൾ കൃത്യമായി കാണുവാൻ പറ്റും. അവിടെ യൂദയ, ഗലീലി, സമരിയ എന്നിവിടങ്ങളിലെ സഭയ്ക്ക് പരിശുദ്ധാത്മാവ് സമാധാനം കൊടുത്തു. സമാധാനം മാത്രമല്ല, ആ സഭയെ എപ്രകാരമാണ് പരിശുദ്ധാത്മാവ് വളർത്തിയത്, എപ്രകാരമാണ് പരിശുദ്ധാത്മാവ് ശക്തീകരിച്ചത്, കൃത്യമായി പരിശുദ്ധ വചനത്തിൽ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. എന്താണ് വചനം പറയുന്നത്? പരിശുദ്ധാത്മ നൽകിയ സമാശ്വാസത്തിലും ദൈവഭയത്തിലും സഭ വളർന്ന് വികസിക്കുകയാണ്. ദൈവഭയത്തിൽ പെന്തക്കോസ്തയുടെ ആത്മീയത ദൈവഭയത്തോടെ ജീവിക്കുന്ന അനുഭവമാണ് മക്കളെ. പെന്തക്കോസ്ത് അവർക്ക് പ്രദാനം ചെയ്ത 6ാമത്തെ ശ്രേഷ്ഠമായ അനുഭവം അതായിരുന്നു. നമ്മൾ തെറ്റിദ്ധരിക്കരുത്. ഇന്ന് ദൈവഭയം നമുക്ക് നഷ്ടപ്പെട്ടു പോയതാണ് നമ്മുടെ വലിയ തകർച്ചകളുടെ കാരണം. വീണ്ടും അപ്പോസ്തല പ്രവർത്തനം 5:11 പറയുന്നു, എല്ലാവരിലും, സഭ മുഴുവനിലും. അപ്പോസ്തല പ്രവർത്തനം 5:11 എന്താ പറയുന്നത്? സഭ മുഴുവനിലും ഇത് കേട്ട എല്ലാവരിലും വലിയ ഭയമുണ്ടായി. വലിയ ഭയം. ഇത് പാമ്പിനെ കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന മാനുഷികമായ സ്വാഭാവികമായ ഭയമല്ല. ഇത് സ്പിരിറ്റ് ഓഫ് ഫിയർ ഓഫ് ദ ലോർഡ് ആണ്. സ്പിരിറ്റ് ഓഫ് റെവറൻസ് ആണ്. എല്ലാവരിലും ദൈവഭയമുണ്ടായി. കണ്ടു, ദൈവഭയത്തോടെ ജീവിക്കുകയാണ്. ഇതാണ് പെന്തക്കോസ്ത് നമുക്ക് പ്രദാനം ചെയ്യുന്നത്. ഇതാണ് പെന്തക്കോസ്തയുടെ ആത്മീയത. വിശുദ്ധനായ ജോൺ പോൾ 2 മാർപ്പാപ്പ 2004 പെന്തക്കോസ്ത് തിരുനാളിന്റെ തലേ രാത്രിയിൽ തൻ്റെ ശ്ലൈഹിക കരങ്ങൾ നീട്ടിപ്പിടിച്ച് കർത്താവിൻ്റെ സഭയ്ക്ക് വേണ്ടി മാർപ്പാപ്പ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. കർത്താവേ, അവിടുത്തെ സഭയിൽ പെന്തക്കോസ്തയുടെ ആത്മീയത കാട്ടുതീ പോലെ പടരട്ടെ. പെന്തക്കോസ്തയുടെ സംസ്കാരത്തിൽ സഭാമക്കൾ ജീവിക്കട്ടെ. ഇത് പരിശുദ്ധാത്മാവിൻ്റെ മനസ്സാണ്. ഇത് പരിശുദ്ധാത്മാവിൻ്റെ സ്വപ്നമാണ്. തൻ്റെ സഭയെക്കുറിച്ച്, തൻ്റെ കുടുംബങ്ങളെക്കുറിച്ച്, താൻ തെരഞ്ഞെടുത്തവരെ കുറിച്ച് പരിശുദ്ധാത്മാവിന് വലിയ പദ്ധതിയാണ് സഹോദരങ്ങളെ. 7ാമത് നമുക്ക് പെട്ടെന്ന് പോകാം. 7ാമത് പെന്തക്കോസ്തയുടെ ആത്മീയത എന്ന് പറയുന്നത് അവിടെ നമ്മൾ കാണുകയാണ്. 2:45 എന്താ പരിശുദ്ധ വചനം പറയുന്നത്? അവർ തങ്ങളുടെ സ്വത്തുക്കളും വസ്തുവകകളും വിറ്റ് ആവശ്യാനുസരണം എല്ലാവർക്കുമായി വീതിച്ചു. എല്ലാവർക്കുമായി കൊടുക്കുകയാണ്. നിങ്ങൾ ശ്രദ്ധിക്കണം, പെന്തക്കോസ്തയുടെ ആത്മീയത പങ്കുവെക്കുന്ന ആത്മീയതയാണ്. ഷെയറിംഗ് ചർച്ച്, ഗിവിംഗ് ചർച്ച്, കൊടുക്കുന്ന സഭയായിരുന്നു ആദിമ സഭ. കാരണം അവർക്ക് പരിശുദ്ധാത്മ അനുഭവമുള്ളവരായിരുന്നു. കൊടുക്കുന്നവരാണ്, സ്വീകരിക്കുന്നതല്ല, വാങ്ങുന്നവരല്ല, കൊടുക്കുകയാണ്, പങ്കുവെക്കുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, ഇത് നമുക്കെല്ലാം നഷ്ടപ്പെട്ടു പോയത്. നമ്മൾ പങ്കുവെക്കുന്ന പെന്തക്കോസ്തയുടെ ആത്മീയത നമുക്ക് പകർന്നു തരുന്നത് ഈ പങ്കുവെക്കുന്ന അനുഭവമാണ്. ഒരു ഷെയറിങ്, അതൊരു ലിവിങ് എക്സ്പീരിയൻസ് ആയി മാറണം. സ്നേഹം, നമ്മുടെ ഒരു പ്രോത്സാഹനം, ചിലപ്പോൾ സാമ്പത്തിക സഹായമാകാം, ചിലപ്പോൾ അവർക്ക് മാനസികമായ ഒരു സപ്പോർട്ടാകാം. എൻ്റെ സഹോദരങ്ങളെ, ഇന്ന് ഈ പങ്കുവെക്കുന്ന അനുഭവം നമുക്ക് ഒത്തിരി നഷ്ടപ്പെട്ടു പോയി. നമ്മുടെ തകർച്ചയുടെ വലിയൊരു കാരണം അതാണ്. ഈ 2023 പെന്തക്കോസ്ത് നമുക്ക് തരുന്നത് ഈ ഒരു പങ്കുവെക്കലിൻ്റെ ആത്മീയതയാണ്. പങ്കുവെക്കലിൻ്റെ ആത്മീയത, അതാണ് പെന്തക്കോസ്തയുടെ ആത്മീയത.
അതാണ് പെന്തക്കോസ്തയുടെ കൾച്ചർ. ഈ സംസ്കാരത്തിൽ ദൈവജനം വളരണം, ശുശ്രൂഷകർ വളരണം, നമ്മുടെ കുടുംബങ്ങൾ വളരണം. എത്ര സമ്പന്നന്മാർ, നമ്മൾ പറയില്ലേ എൻ്റെ സഹോദരങ്ങളെ, എത്രയോ ലോകത്തിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി എന്തുമാത്രം പണം ചെലവഴിക്കുന്നു. കർത്താവിൻ്റെ രാജ്യ വളർച്ചയ്ക്ക് വേണ്ടി, ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി, വിശ്വാസത്തിൻ്റെ മുന്നേറ്റത്തിന് വേണ്ടി ദൈവം തന്നിരിക്കുന്ന സമ്പത്ത് നമ്മൾ പങ്കുവെക്കുമ്പോൾ എത്രയോ ആത്മാക്കൾ രക്ഷപ്പെടും, എത്രയോ ജീവിതങ്ങൾ രക്ഷപ്പെടും, എത്രയോ എത്രയോ വിളിക്കപ്പെട്ടവർക്ക് അത് ആശ്വാസവും ആനന്ദവുമാകും. പരിശുദ്ധാത്മാവ് നമ്മോട് പറയുകയാണ്, പെന്തക്കോസ്തയുടെ ആത്മീയത പങ്കുവെക്കലിൻ്റെ ആത്മീയതയാണ്. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 20-ാം അധ്യായം 35-ാമത്തെ വചനം കൂടി നമുക്ക് പെട്ടെന്നൊന്ന് ശ്രദ്ധിക്കാം. 20:35 എന്താണ് പരിശുദ്ധ വചനം പറയുന്നത്? അപ്പോസ്തല പ്രവർത്തനങ്ങൾ 20:35 കർത്താവിന്റെ വചനം എന്തു പറയുന്നു? ഇങ്ങനെ അധ്വാനിച്ചുകൊണ്ട് ബലഹീനരെ സഹായിക്കണമെന്ന് കാണിക്കാൻ എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്ക് ഞാൻ മാതൃക നൽകിയിട്ടുണ്ട്. സ്വീകരിക്കുന്നതിനേക്കാൾ കൊടുക്കുന്നതാണ് ശ്രേയസ്കരം. കണ്ടോ, അതാണ് ഉചിതമായത്, അതാണ് ശ്രേയസ്കരം എന്ന് പറഞ്ഞ കർത്താവായ യേശുവിന്റെ വാക്കുകൾ. ഇത് കർത്താവിന്റെ വാക്കുകളാണ്. സ്വീകരിക്കുന്നതിനേക്കാളും കൊടുക്കുന്നതാണ്. അതാണ് ആദിമസഭ ജീവിച്ചത്. എൻ്റെ സഹോദരങ്ങളെ, പെന്തക്കോസ്ത് നമുക്ക് തരുന്നത് ഈ ഒരു അനോയിന്റിംഗ് ആണ്. ഷെയറിങ്, കൊടുക്കുന്നൊരു അനുഭവം. കൊടുക്കണം, പിശുക്കരുത്, നമ്മളവിടെ സ്വാർത്ഥരാകരുത്, നിർലോഭം കൊടുക്കുക. നമ്മുടെ സമയം, നമ്മുടെ സമ്പത്ത്, നമ്മുടെ കഴിവ്, നമ്മുടെ ആരോഗ്യം, നല്ല വാക്കുകൾ, സ്നേഹം, ഇതെല്ലാം നമ്മൾ ആവോളം കൊടുക്കുമ്പോൾ അനേകർ ഉണരും, അനേകർ ബലപ്പെടും, അനേകർ രക്ഷപ്പെടും, അനേകർ ഈ നാളുകളിൽ കർത്താവിൻ്റെ ജീവിക്കുന്ന സാക്ഷികളായി മാറും. വിശ്വസിക്കുന്ന ഉച്ചത്തിൽ ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിക്കണം സഹോദരങ്ങളെ. 8ാമത് നിങ്ങൾ മനസ്സിലാക്കുക, പെന്തക്കോസ്തയുടെ ആത്മീയത എന്ന് പറയുന്നത് അത് ആനന്ദത്തിൻ്റെ ഒരു ജീവിതമാണ്. ഇന്ന് ബഹുമാനപ്പെട്ട മഞ്ഞാക്കലച്ചൻ ഷെക്കേന ന്യൂസിലോട്ട് ഇവിടെ വന്ന് അച്ഛൻ പറഞ്ഞൊരു കാര്യം എന്നെ വല്ലാതെ സ്പർശിച്ചു. ഒരു ക്രൈസ്തവനെ അവന് ഡിപ്രഷൻ ഇല്ല, ഒരു ക്രൈസ്തവന് വിഷാദരോഗമില്ല, അവനിൽ മ്ലാനതയില്ല. കാരണം എന്താ? അവൻ പരിശുദ്ധാത്മാവുള്ളവനാണ്, പരിശുദ്ധാത്മാവിന് മുദ്രയുള്ളവളാണ്, പരിശുദ്ധാത്മാ അഭിഷേകമുള്ളവനാണ്. പരിശുദ്ധാത്മാവുള്ളവർക്ക് ഡിപ്രഷൻ ഇല്ല, നിരാശയില്ല, വിഷാദമില്ല, മ്ലാനതയില്ല. എൻ്റെ സഹോദരങ്ങളെ, നമുക്ക് ഈ വിഷാദവും മ്ലാനതയ്ക്ക് ഉണ്ടെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കുക, നമുക്ക് പെന്തക്കോസ്തയുടെ അനുഭവം ഉണ്ടായിട്ടില്ല. പരിശുദ്ധാത്മാവിൻ്റെ ആ ഒരു ശക്തി, ആ ഒരു സ്പാർക്ക് നമുക്ക് ലഭ്യമായിട്ടില്ല. നമ്മൾ തിരുവചനത്തിലോട്ട് വന്ന് അതിൽ 2 വചനം, എത്രയോ വചനങ്ങൾ നമുക്ക് കാണാൻ പറ്റും. പെന്തക്കോസ്തയുടെ ആത്മീയത എന്ന് പറയുന്നത് അത് നമ്മുടെ ജീവിതത്തിൻ്റെ ആനന്ദമാണ്. ജോയ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്, സ്പിരിറ്റ് ഓഫ് ജോയ്, സ്പിരിറ്റ് ഓഫ് ഹാപ്പിനെസ്. ഒരിക്കലും ഒരു ചെറുപ്പക്കാരൻ എന്നോട് ചോദിച്ചു, എൻ്റെ പൊന്നു ബ്രദറെ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ ആനന്ദം കണ്ട് എത്ര പേര് കർത്താവിൻ്റെ രക്ഷയിലേക്ക് കടന്നു വരുന്നുണ്ട്? നിങ്ങളുടെ ജീവിതത്തിൻ്റെ ആനന്ദം, നമ്മൾ കർത്താവിനെ കണ്ടുമുട്ടിയവരല്ലേ, നമ്മൾ കർത്താവിന് സാക്ഷ്യം നൽകുന്നവരല്ലേ, നമ്മൾ പരിശുദ്ധാത്മാവിൽ ജീവിക്കുന്നു എന്ന് പറയുന്നവരല്ലേ? ആ ചെറുപ്പക്കാരൻ എന്നോട് ചോദിച്ചു, നിങ്ങളെപ്പോലെയുള്ളവരുടെ ജീവിതത്തിൻ്റെ ആനന്ദം കണ്ട് ഇന്ന് എത്ര ജീവിതങ്ങൾ കർത്താവിലേക്ക് കടന്നു വരുന്നുണ്ട്, കർത്താവിനെ കണ്ടുമുട്ടുന്നുണ്ട്. പെട്ടെന്ന് എനിക്കൊരു അടി കിട്ടിയതാണ്. കാരണം എന്താണെന്നറിയോ? ലോകക്കാരേക്കാളും പലപ്പോഴും വിഷാദത്തിലും മ്ലാനതയിലുമാണ് കർത്താവിനെ കണ്ടുമുട്ടി എന്ന് അവകാശപ്പെടുന്ന ഞാനും നിങ്ങളും പലപ്പോഴും ജീവിക്കുന്നത്. സഹോദരങ്ങളെ, പെന്തക്കോസ്തയുടെ ആത്മീയത ഏത് പ്രതിസന്ധിയിലും, ഏത് ദുഃഖത്തിലും, എത്ര വലിയ കൊടിയ സഹനത്തിലും, കഷ്ടപ്പാട്, ഞെരുക്കവും കഠിനമായ ദുരിതവും എല്ലാം ഉണ്ടെങ്കിലും അതിൻ്റെ നടുവിൽ ആർക്കും കെടുത്തിക്കളയാൻ കഴിയാത്ത വിധം ആനന്ദത്തിൻ്റെ ആത്മാവ്, ആനന്ദത്തിൻ്റെ ഒരു ചൈതന്യം എന്നെ ഇങ്ങനെ ഉണർത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അമ്മ പറഞ്ഞത്, എൻ്റെ ചിത്തം
എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. ഒരു ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ, ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. എൻ്റെ സഹോദരങ്ങളെ, നമ്മളിത് മനസ്സിലാക്കണം. അപ്പോസ്തല പ്രവർത്തനം 13:52 പറയാണ്, അന്ത്യോക്യയിൽ വെച്ച് ഒരുപാട് തിരസ്കരണങ്ങളും പീഡനങ്ങളും മാനസിക ശാരീരികമായ കൊടിയ സഹനങ്ങൾ ശിഷ്യന്മാർക്ക് ലഭിക്കുകയാണ്. എന്നാൽ പരിശുദ്ധ വചനം സാക്ഷ്യപ്പെടുത്തുന്നു, എന്താ ഉണ്ടായത്? ശിഷ്യന്മാർ ആ നിന്ദനത്താലും പരിശുദ്ധാത്മാവിനാലും നിറഞ്ഞവരായി. ശ്രദ്ധിക്കുക, അല്ല ആ വചനം ശ്രദ്ധിച്ച് വായിച്ച മോനെ. ശിഷ്യന്മാർ ആനന്ദത്താലും ശ്രദ്ധിക്കണം, കൊടിയ സഹനത്തിലെ, കല്ലേറുകളിലെ, ദുഷിപ്പ് വാക്കുകളിലെ, പരിഹാസങ്ങളിലെ, മനസ്സിനെ മുറിപ്പെടുത്തുന്ന വിധത്തിലുള്ള കുത്തുവാക്കുകളിലെ, മാനസികവും ശാരീരികവുമായ പീഡനത്തിന്റെ മുൻപിൽ പരിശുദ്ധാത്മാവ് സാക്ഷ്യപ്പെടുത്തുകയാണ്, ശിഷ്യന്മാർ ആനന്ദത്താലും പരിശുദ്ധാത്മാവിനാലും നിറഞ്ഞവരായി. ഇതാണ് പെന്തക്കോസ്തയുടെ ആത്മീയത. യെസ്, ഈ ആത്മീയതയാണ് സഭയിൽ പടരുവാൻ വിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പ്രാർത്ഥിച്ചത്. ഇതാണ് നമ്മുടെ മിനിസ്ട്രികൾ, നമ്മുടെ കുടുംബങ്ങൾ, നമ്മുടെ കൂട്ടായ്മകൾ, നമ്മുടെ സമൂഹങ്ങൾക്ക് ആവശ്യം. സഹോദരങ്ങൾ, അവസാനമായി പെന്തക്കോസ്തയുടെ ആത്മീയത എന്ന് പറയുന്നത് അത് ഇവാഞ്ചലൈസേഷൻ്റെ സ്പിരിറ്റാണ്. ഇവാഞ്ചലൈസേഷൻ്റെ സ്പിരിറ്റാണ്, സ്പിരിറ്റ് ഓഫ് ഇവാഞ്ചലൈസേഷൻ. അതാണ് പെന്തക്കോസ്തയുടെ സംസ്കാരം. അപ്പോസ്തല പ്രവർത്തനം 2:47 പറയുന്നു, രക്ഷ പ്രാപിക്കുന്നവരെ എല്ലാം ദിനം പ്രതി കർത്താവ് അവരുടെ ഗണത്തിൽ ചേർത്തുകൊണ്ടിരുന്നു. ജനം ചേർക്കപ്പെടുകയാണ്, സഭ വളരുകയാണ്. എന്തുകൊണ്ടാണ് കർത്താവിനെ ദിനം പ്രതി സഭയിലേക്ക് ജനത്തെ ചേർക്കുവാൻ കഴിഞ്ഞത്? അവർ കർത്താവിന് ധീരതയോടെ സാക്ഷ്യം നൽകി, അവർ വചനത്തിന് സാക്ഷ്യം നൽകി, അവർ കർത്താവിനെ ഉയർത്തി. കൊടിയ സഹനത്തിലും ദുരിതത്തിലും പീഡനത്തിലും വേദനയിലും കൊടിയ ദുഃഖത്തിലും ദുരിതത്തിലും അവർ കർത്താവിനെ ആനന്ദത്തോടെ മഹത്വപ്പെടുത്തി. അവരുടെ സാക്ഷ്യം വളരെ പവർഫുള്ളായിരുന്നു. എൻ്റെ സഹോദരങ്ങളെ, അനേകർ സഭയിലേക്ക് ആകർഷിക്കപ്പെട്ടു, അനേകർ വചനം കേട്ട് വിശ്വസിച്ചു, അനേകർ യേശുവിനെ ഏകരക്ഷകനായി സ്വീകരിച്ചു, അനേകർ അവരുടെ ജീവിതങ്ങളെ കർത്താവിനായി ഡെഡിക്കേറ്റ് ചെയ്തു. അങ്ങനെ സഭ വളരുകയാണ്. ഇവാഞ്ചലിസ്റ്റിക് ചർച്ച്, അതാണ് പെന്തക്കോസ്തയുടെ സംസ്കാരം, അതാണ് പെന്തക്കോസ്തയുടെ ആത്മീയത. എത്രയോ ഇടങ്ങളിൽ കാണാൻ പറ്റും. സഭ വളരുന്നു, സഭ വളരുന്നു. അവരുടെ സംഖ്യ 3000-ൽ നിന്ന് 5000-ഓളം ആകുന്നു. അപ്പോസ്തല പ്രവർത്തനം 5:14 പറയാണ്, കർത്താവിൽ വിശ്വസിച്ച സ്ത്രീ പുരുഷന്മാരുടെ സംഖ്യ വർദ്ധിച്ചുകൊണ്ടേയിരുന്നു, വർദ്ധിച്ചുകൊണ്ടേയിരുന്നു, വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. എന്തുകൊണ്ട് സഹോദരങ്ങളെ? കാരണം എന്താ? അവർ ധീരതയോടെ സാക്ഷ്യം നൽകി, അവർ സുവിശേഷത്തിന് സാക്ഷ്യം നൽകി, അവർ ഇവാഞ്ചലൈസേഷൻ അത് അവരുടെ സ്പിരിറ്റായിരുന്നു, അത് അവർക്ക് ലഹരിയായിരുന്നു. പെന്തക്കോസ്തയുടെ ആത്മീയത ഇതാണ് സഹോദരങ്ങളെ. ആക്ട്സ് 2-ാം അധ്യായം 37 മുതൽ 47 വരെയുള്ള വചനങ്ങളിൽ 10 കാര്യങ്ങൾ പെന്തക്കോസ്തയുടെ ആത്മീയത എന്താണെന്ന് പരിശുദ്ധാത്മ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഈ ആത്മീയതയിൽ വേണം ഈ നിമിഷം മുതൽ നമ്മൾ ഇനി ജീവിക്കാൻ. പെന്തക്കോസ്ത എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല സഹോദരങ്ങളെ. നമ്മൾ ഈ ആത്മീയതയിൽ ജീവിക്കണം. അനേകരെ കർത്താവിനായി വീണ്ടെടുക്കണം. ഈ തലമുറയെ വീണ്ടെടുക്കണം. ഈ തലമുറയെ രക്ഷിക്കാൻ ഈ തലമുറ മാത്രമേ ഉള്ളൂ. ആ ഒരു ഇവാഞ്ചലൈസേഷൻ സീൽ, ആ ഒരു സ്പിരിറ്റ് നമ്മിൽ തീ പോലെ കത്തുവാൻ നമ്മൾ ചങ്ക് പൊട്ടി നിലവിളിക്കണം. സഭ മുഴുവനിലും ഈ ആത്മീയത പടരണം, ഈ ആത്മീയത വീശിയടിക്കണം. വൈദികരിൽ, സമർപ്പിതരിൽ, ആത്മായ പ്രേക്ഷിതരിൽ, നമ്മുടെ യുവജനങ്ങളിലെല്ലാം പെന്തക്കോസ്തയുടെ ആത്മീയത തീ പോലെ പടരണം, തീ പോലെ പടരണം. ഒരു നദി പോലെ അത് ഒഴുകണം. സഹോദരങ്ങളെ, നമ്മുടെ കുടുംബങ്ങളിലും കൂട്ടായ്മകളിലും മിനിസ്ട്രികളിലെല്ലാം ഇത് നിറയട്ടെ. ഈ ആത്മീയത നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. ഈ ആത്മീയതയിൽ വളരുവാൻ നാം നമ്മെ തന്നെ ഒരുക്കുക. ഞാൻ ഉറപ്പ് പറയുന്നു, ഇതുവരെ സഭ ദർശിക്കാത്ത പരിശുദ്ധാത്മാവിൻ്റെ അതിശക്തമായ മാനിഫെസ്റ്റേഷൻ, വെളിപ്പെടൽ നമ്മുടെ ജീവിതങ്ങളിലൂടെ സ്വർഗം പ്രവർത്തിക്കും. അനേകർ വീണ്ടെടുക്കപ്പെടും. ഈ തലമുറയെ വീണ്ടെടുക്കുന്ന ആത്മശക്തിയുടെ സമൃദ്ധിയിലേക്ക് കർത്താവ് നമ്മളെ കരം പിടിച്ച് വളർത്തും.
ഞാൻ നിങ്ങളെ വൈകാരികമായി ഒന്ന് ഇക്കിളിപ്പെടുത്താൻ പറയില്ല സഹോദരങ്ങളെ. ഇത് പരിശുദ്ധാത്മാവിൻ്റെ മനസ്സാണ്, ഇത് കർത്താവിൻ്റെ പദ്ധതിയാണ്. ആരെല്ലാം ഈ ആത്മീയതയിൽ അവരുടെ ജീവിതങ്ങളെ സമർപ്പിക്കുവാൻ തയ്യാറാകുന്നുവോ, ഈ ആത്മീയതയിൽ ജീവിക്കുവാനായി അവരവരെ തന്നെ ഒരുക്കുന്നുവോ, അവരിലൂടെയാണ് ഇനി സ്പിരിറ്റ് വെളിപ്പെടാൻ പോകുന്നത്. അവരിലൂടെയാണ് തൻ്റെ സഭയെ പരിശുദ്ധാത്മാവ് പടുത്തുയർത്താൻ പോകുന്നത്. അവരിലൂടെയാണ് ഇവാഞ്ചലൈസേഷൻ ശക്തമായി ഈ നാളുകളിൽ പരിശുദ്ധാത്മാവ് വ്യാപിപ്പിക്കുവാനായി പോകുന്നത്. നമുക്കതിനായി ആഗ്രഹിക്കാം. കർത്താവേ, അതിലൊരുവനായി ഒരുവളായി എന്നെ ചേർക്കണമേ, എന്നെ ചേർക്കണമേ, എന്നെ എണ്ണണമേ, എന്റെ കുടുംബത്തെ ചേർക്കണമേ, എന്റെ പ്രിയപ്പെട്ടവരെ ചേർക്കണമേ. ഈ ഒരു പ്രാർത്ഥനയോടെ നമ്മൾ അല്പസമയം കർത്താവിനെ ആരാധിക്കാൻ പോവാണ്. തുടർന്ന് നമ്മൾ പെന്തക്കോസ്തയുടെ അഭിഷേകത്തിനു വേണ്ടി, ഈ ആത്മീയതയ്ക്ക് വേണ്ടി നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കണം. പെന്തക്കോസ്തയുടെ ആത്മീയത, പെന്തക്കോസ്തയുടെ കൾച്ചർ, സംസ്കാരം, അത് ശരിക്കും സഭയിലേക്ക് കൊണ്ടുവരണം. അതിനെ നമ്മൾ കർത്താവിൻ്റെ മുൻപിൽ നമ്മളൊരു തീരുമാനമെടുക്കണം. നമ്മൾ പ്രതിബദ്ധതയുള്ളവരാകണം. യെസ് ലോർഡ്, വി ആർ റെഡി ലോർഡ്. ഒരു സമർപ്പണത്തിലേക്ക് നമ്മൾ വരിക. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതെല്ലാം നിസ്സാരവും നൈമിഷികവുമാണ്. അതുകൊണ്ട് കാട്ടിക്കൂട്ടലുകൾ അവസാനിപ്പിക്കാം, വേഷം കെട്ടുകൾ നമുക്ക് ഇല്ലാതാക്കാം. പരിശുദ്ധാത്മാവിൻ്റെ യഥാർത്ഥ സാന്നിധ്യവും പ്രവർത്തനവും നമ്മിലൂടെ സഭയിലും ലോകത്തിലും വെളിപ്പെടുവാൻ നമ്മൾ ഒന്നിച്ചിനി പ്രാർത്ഥിക്കാൻ പോവാണ്. ഒരു ഹല്ലേലൂയ പറഞ്ഞ്, ശക്തിയോടെ പറഞ്ഞ് ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ നന്ദി. സഹോദരങ്ങളെ, ഒരുപാട് ആയിരക്കണക്കിന് ആൾക്കാരാണ് പ്രാർത്ഥന. ഞാൻ ചിന്തിച്ച് സന്തോഷം തോന്നിയൊരു കാര്യം, 90% നിയോഗങ്ങൾ ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. പരിശുദ്ധാത്മാവിൽ നിറയാൻ, തീ അഭിഷേകത്തിൽ ജീവിക്കാൻ, വിശുദ്ധിയിൽ വളരാൻ, സത്യവിശ്വാസത്തിൽ ജീവിക്കാൻ, കർത്താവിന് സാക്ഷ്യം നൽകാൻ, പരിശുദ്ധാത്മാവിൻ്റെ വരദാന ഫലങ്ങളിൽ നിറയാൻ, ഇതിനു വേണ്ടിയാണ് ആയിരക്കണക്കിന് സഹോദരങ്ങൾ നിയോഗമായി പ്രാർത്ഥനയായി അയച്ചിരിക്കുന്നത്. അത് സന്തോഷമുള്ളൊരു കാര്യമാണ്. എൻ്റെ സഹോദരങ്ങളെ, നമ്മളിനി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. അല്പസമയം നമുക്കൊന്ന് കർത്താവിന് മുമ്പിൽ നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കുക. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്ന്, ഇതാ ജീവിക്കുന്ന കർത്താവ് നമ്മുടെ മധ്യയുണ്ട്. സ്തുതിക്കുന്നു. ഓ ഗ്ലോറി, ഗ്ലോറി, ഗ്ലോറി. നമ്മൾ നിലവിളിക്കുക, കർത്താവേ, ഈ ആത്മീയത എനിക്ക് തരണമേ. ആദിമസഭ ഈ ആത്മീയതയിലാണ് ജീവിച്ചത്. അതുകൊണ്ട് എന്താ, അവർ പരിശുദ്ധാത്മാവിനെ വെളിപ്പെടുത്തിയ ജീവിതങ്ങളായിരുന്നു. എൻ്റെ സഹോദരങ്ങളെ, ഒരു ചെറിയ കുഞ്ഞിലൂടെ പോലും പരിശുദ്ധാത്മാവിൻ്റെ വലിയ മാനിഫെസ്റ്റേഷൻ ഉണ്ടായി. കാരണം ഈ സ്പിരിച്വാലിറ്റിയാണ് പരിശുദ്ധാത്മാവ് നൽകുന്ന സ്പിരിച്വാലിറ്റി. ഇതാണ് സഭയുടെ സ്പിരിച്വാലിറ്റി. ഇത് കരിസ്മാറ്റിക് സ്പിരിച്വാലിറ്റിയാന്ന് പറഞ്ഞ് തള്ളിക്കളയരുതേ. ഇതാണ് സഭയുടെ ആത്മീയത. ഇതാണ് പരിശുദ്ധാത്മാവ് തന്റെ സഭയ്ക്ക് കൊടുത്തിരിക്കുന്ന സ്പിരിച്വാലിറ്റി. ഇന്ന് നമ്മൾ സഭയിൽ കാണുന്ന എല്ലാ സ്പിരിച്വാലിറ്റികളുടെയും ഇതിൻ്റെ എല്ലാം ആകത്തുക നമുക്ക് ഈ വചനങ്ങളിൽ കാണാൻ പറ്റും. ഇതിൽ നിന്നാണ് ഇതെല്ലാം ഉത്ഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ആത്മീയത നമ്മൾ അനുസരിക്കുകയും അത് അനുഭവിക്കുകയും വേണം. കർത്താവിന് മുൻപിലേക്ക് കരങ്ങൾ നീട്ടിപ്പിടിക്കുക. ഈ 10 കാര്യങ്ങൾ നമ്മൾ 10 എന്ന് പറഞ്ഞാൽ ഓരോ പോയിന്റ് ഇട്ട് പഠിക്കാനല്ല പറഞ്ഞു വരുന്നത്. നമ്മൾ ആ 10 കാര്യം എന്ന് പറയാൻ കാരണം, ഓരോ ആ വചനത്തിൽ അടിസ്ഥാനമിട്ട് പരിശുദ്ധാത്മാവ് നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. ഇതാണ് ആ പെന്തക്കോസ്തയ്ക്ക് പരിശുദ്ധാത്മാവ് നൽകിയത്. ഇതാണ് പെന്തക്കോസ്തയുടെ ആത്മീയത, ഇതാണ് പെന്തക്കോസ്തയുടെ അനുഭവം, ഇതാണ് പെന്തക്കോസ്തയുടെ സംസ്കാരം, ഇതാണ് പെന്തക്കോസ്തയുടെ ശക്തി. എൻ്റെ ഈ സഹോദരങ്ങളെ, ഈ ശ്രേഷ്ഠമായ അനുഭവത്തിന് വേണ്ടി നമ്മൾ ഇന്ന് ദാഹിക്കേണ്ടത്. കരങ്ങൾ നീട്ടിപ്പിടിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഇവിടെ ജിയോ, നിത്യ, ലിയ, കാനഡ, ചിന്നു, ജ്ഞാനം ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞിരിക്കുക. അവരൊക്കെ ജോഷി, സ്വപ്ന, അവർ മാനസാന്തരത്തിനായി പരിശുദ്ധാത്മാവിൽ നിറയാൻ വേണ്ടി ജയ്മോൻ കുറ്റിപ്പുഴ, സിസ്റ്റർ ഡൊമിനി, ശ്രീകുമാരി കൊല്ലം, മേരിക്കുട്ടി, മാത്യു, ഇവരൊക്കെ പറഞ്ഞിരിക്കുന്നത് നവമായ അഭിഷേകം ലഭിക്കാൻ. സഹോദരങ്ങൾ, എന്ത് സന്തോഷം ഇങ്ങനെയുള്ള നിയോഗങ്ങൾ കേൾക്കുമ്പോൾ. നവമായ അഭിഷേകത്തിൽ വളരാൻ, നവമായ അഭിഷേകം കിട്ടാൻ. ഹേമ റാണി ശക്തികുളങ്ങര, ജോയൽ ജോസഫ് നെന്മാറ, ടിൻഡു സെബാസ്റ്റ്യൻ, ജോസഫ് ഗ്രേസി തേവര, അന്നം റെപ്പായി രാജു പത്തനാപുരത്താണ്,
ഫ്രാൻസിസ് കല്ലുരുട്ടി, ഏലിയാസ് കൊല്ലം, ജോസ് ചേർപ്പ്, അബിയ കൊട്ടേക്കാട്, സിസ്റ്റർ ബിബിന നിർമ്മലഗിരി, ഷോബി ഇസ്രായേൽ, ജോസഫ് ഈലാമ, ജോംബോൻ, അപർണ, സ്വപ്ന, ഷിജു, ഇവരെല്ലാം ആലപ്പുഴയിൽ നിന്നാണ്. പറഞ്ഞിരിക്കുന്നത് ജ്ഞാനത്തിൽ വളരാൻ, പരിശുദ്ധാത്മ കൃപാവരങ്ങൾ നിറയാൻ. ഇങ്ങനെ പേരുകൾ വായിച്ചാൽ നമുക്ക് സമയം കിട്ടത്തില്ല. ഒത്തിരി ഇതെല്ലാം ചേർത്ത് വയ്ക്കാം. നമുക്ക് കർത്താവിൻ്റെ പരിശുദ്ധ ഹൃദയത്തിലേക്ക് ചേർത്ത് വയ്ക്കാം. സഹോദരങ്ങളെ, ഇതിലെല്ലാം അഭിഷേകം നിറയാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഒരുപാട് മക്കള് 6-7 പേജുണ്ട്. എൻ്റെ സഹോദരങ്ങളെ, ഇതെല്ലാം ചേർത്ത് വയ്ക്കുകയാണ്. ഇനി എഴുതിയെടുക്കാൻ പറ്റാത്ത ഒത്തിരി പേരുണ്ട്. ഈ ശുശ്രൂഷയിൽ ഈ നിയോഗങ്ങളെല്ലാം വെച്ച് പ്രാർത്ഥിക്കുന്ന 10,000-ങ്ങളുണ്ട്. ലോകത്തിന് വിവിധ ദിക്കുകളിൽ, വിവിധ രാജ്യങ്ങളിൽ, വിവിധ കുടുംബങ്ങളിൽ, വിവിധ സ്ഥലങ്ങളിൽ ഇരുന്ന് ഈ ഡുനാമിസ് പവർ ഈ ധ്യാന ശുശ്രൂഷയിൽ മുടങ്ങാതെ ഈ 10 ദിനങ്ങളും ഒന്നിച്ചു വന്ന് പ്രാർത്ഥിച്ച 10,000-ങ്ങളുണ്ട്. കർത്താവേ, കരുണ കാണിക്കണമേ, പരിശുദ്ധാത്മാവിനെ വർഷിക്കണമേ, ഈ സാന്നിധ്യം കൊടുക്കണമേ, പെന്തക്കോസ്തുടെ ആത്മീയതയാൽ അവരെ മുദ്ര ചെയ്യണമേ, പെന്തക്കോസ്തുടെ സംസ്കാരത്താൽ അവരെ ഉജ്ജ്വലിപ്പിക്കണമേ. പ്രാർത്ഥിക്കാം മക്കളെ, കരങ്ങൾ ഉയർത്തി, കരങ്ങൾ ഉയർത്തി, ചങ്ക് തുറന്ന് ഈ ആത്മീയത, പെന്തക്കോസ്തുടെ ആത്മീയത, പെന്തക്കോസ്തുടെ സംസ്കാരം സഭ മുഴുവനിലും പടരട്ടെ, കുടുംബങ്ങളിൽ പടരട്ടെ, സമൂഹങ്ങളിൽ പടരട്ടെ. എല്ലാ നിർജീവത്വങ്ങളും, എല്ലാ മന്ദതകളും, എല്ലാ അലസതകളും, എല്ലാ നിസ്സംഗതകളും, എല്ലാ നിഷ്ക്രിയത്വങ്ങളും പരിശുദ്ധാത്മ ശക്തിയാൽ, പെന്തക്കോസ്തുടെ ശക്തിയാൽ നിർവീര്യമാകുന്നു. കരമുയർത്തി വിളിക്കുന്ന പരിശുദ്ധാത്മാവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും വിളിച്ചു വിളിച്ചു പ്രാർത്ഥിച്ച് ഉച്ചത്തിൽ വിളിച്ച മക്കളെ, സംഘത്തോട് വിളിച്ച് ആത്മാവേ, ഭാഷാപരത്തിൽ, പുതുഭാഷകളിൽ, അന്യഭാഷകളിൽ കർത്താവിനെ സ്തുതിക്കട്ടെ. റിയ 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 പരിശുദ്ധ കുർബാനയിൽ നിന്ന്, ദിവ്യ കാരുണ്യത്തിൽ നിന്ന് അതിസ്വാഭാവിക കൃപകൾ, കാലഘട്ടത്തിന്റെ അഭിഷേകം, പെന്തക്കോസ്തുടെ ആത്മീയത ജനലക്ഷങ്ങളിലേക്ക് വ്യാപരിക്കുന്നു. പ്രാപിച്ചോ മക്കളെ, പ്രാപിച്ചോ, പ്രാപിച്ചോ, പ്രാപിച്ചോ. നിങ്ങൾ പരിശുദ്ധ കുർബാനയിൽ നിന്ന് പ്രാപിച്ചോ, ഏറ്റെടുത്തോ. ഒന്നിച്ച് വിളിക്കുന്നു ഈശോയെ, ഈശോയെ, ആത്മാവേ, ആത്മനയായി സീണമേ, സ്വർഗം തുറന്നീണമേ, ആത്മനയായി സീണമേ. ദാഹാർത്തരായി ഞങ്ങൾ കാത്തിരിപ്പു നൽകണമേ വീണ്ടും പെന്തക്കോസ്ത്. ദാഹാർത്തരായി ഞങ്ങൾ കാത്തിരിപ്പു നൽകണമേ വീണ്ടും. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ആത്മാവേ, റൂഹായേ, നിറയണമേ, സംഘപൊട്ടി വിളിച്ച മക്കളെ, ആത്മാവേ, ആത്മാവേ, റൂഹായേ, നിറയണമേ. ഈ ആത്മീയത സഭയിൽ പടരട്ടെ, സഭയിൽ കത്തട്ടെ, സഭയിൽ വീശിയടിക്കട്ടെ. പെന്തക്കോസ്തുടെ ആത്മീയത, പെന്തക്കോസ്തുടെ ആത്മീയത സഭ മുഴുവനിലും പടരട്ടെ. ഈശോ തീനാവായി നിറയണമേ, നിറയണമേ, തീനാവായി നിറയണമേ. എല്ലാം മറന്ന് പെന്തക്കോസ്തുടെ ആത്മീയതയാ, പെന്തക്കോസ്തുടെ ശക്തിയാ, പെന്തക്കോസ്തുടെ സംസ്കാരത്താൽ നാം എല്ലാം നിറയുവാൻ, നമ്മുടെ കുടുംബങ്ങൾ നിറയുവാൻ, സമൂഹങ്ങൾ നിറയുവാൻ, കൂട്ടായ്മകൾ നിറയുവാൻ, മിനിസ്ട്രികൾ നിറയുവാൻ, ധ്യാന കേന്ദ്രങ്ങൾ നിറയുവാൻ, സഭ മുഴുവനും നിറയുവാൻ. കരമുയർത്തി ഉച്ചത്തിൽ വിളിക്കുന്നു പരിശുദ്ധാത്മാവേ, ദൈവത്തിന്റെ റൂഹായേ, റൂഹ 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 റൂഹ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. പവർ, 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 പവർ. പരിശുദ്ധ കുർബാനയിൽ നിന്ന് ശക്തി പുറപ്പെടട്ടെ.
പെന്തക്കോസ്തയുടെ ശക്തി Hallelujah. വ്യാപരിക്കട്ടെ. റൂഷ്, റിലീസ്, റിക്കറവരു ശിബിരിയ, റിക്ക അബിയ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഈശോ, ഈശോ, ഈശോ. മക്കളെ, ആ കരങ്ങളൊന്ന് കോർത്ത് പിടിച്ച്, കുടുംബത്തിലായിരിക്കുന്നവരെ, അപ്പനും അമ്മയും മക്കളും ഒന്ന് കരങ്ങൾ കോർത്ത് പിടിച്ച്, നമ്മൾ ഇതിന് സമാപന സമയത്തേക്ക് വരികയാണ്. ഇനി പെന്തക്കോസ്തയുടെ നൈറ്റ് വിജിൽ നമ്മൾ ആരംഭിക്കാൻ പോവുക. ഈ ആരാധനയെ തുടരുകയാണ്. ഏതാനും സമയങ്ങൾ മാത്രമേ നമുക്ക് അവശേഷിക്കുന്നുള്ളൂ. മക്കളെ, ഹൃദയം തുറന്ന് ആഗ്രഹിക്കുക. എൻ്റെ മാതാപിതാക്കളെ, ബഹുമാനപ്പെട്ട എൻ്റെ അമ്മമാരെ, സിസ്റ്റേഴ്സ്, എൻ്റെ സഹോദരി സഹോദരങ്ങളെ, എൻ്റെ കുഞ്ഞുമക്കളെ, നിങ്ങൾ ഉണർവോടെ കരങ്ങൾ കോർത്ത് പിടിക്കുക. പെന്തക്കോസ്തയുടെ ആത്മീയതയാൽ സഭ മുഴുവനും ഉണർത്തപ്പെടുവാൻ, പെന്തക്കോസ്തയുടെ ആത്മീയത സഭ മുഴുവനിലും പടരുവാൻ നമ്മൾ ഒന്നിച്ചൊരു മനസ്സോടെ പ്രാർത്ഥിക്കാൻ പോവാണ്. ഈ സ്പിരിച്വാലിറ്റി, ഈ ആത്മീയത നമ്മുടെ കുടുംബങ്ങളിൽ വെളിപ്പെടുവാൻ, നമ്മുടെ സമൂഹങ്ങളിലേക്ക് പ്രവഹിക്കുവാൻ, ഈ ആത്മീയതയാൽ കർത്താവിനാൽ വിളിക്കപ്പെട്ട ഓരോ വ്യക്തിയും സമ്പന്നമാകുവാൻ നമ്മൾ പ്രാർത്ഥിക്കുക. അപ്പോസ്തല പ്രവർത്തനം 2-ാം അധ്യായം 37 മുതൽ 47 വരെയുള്ള ആ 10 പരിശുദ്ധ വചനങ്ങളുടെ കൃപയും അഭിഷേകവും ഈ സമയം നമ്മിൽ പൂരിതമാകുവാൻ കരങ്ങൾ കോർത്ത് പിടിച്ച് നമ്മളൊരു 3 പ്രാവശ്യം സ്നേഹത്തോടെ ഒന്ന് വിളിച്ച്, പരിശുദ്ധാത്മാവേ ഒന്ന് സ്നേഹത്തോടെ വിളിച്ചേ. പരിശുദ്ധാത്മാവേ, റുഹായേ, റുഹായേ. പണ്ടത്തെ പോലെ നല്ലൊരു കാലം. പാടുക. കരങ്ങൾ കോർത്ത് പിടിച്ച് ഈ ഒരു അനോയിന്റിങ്ങിന് വേണ്ടി, ഈ ഒരു ആത്മീയത നമ്മുടെ ധ്യാന കേന്ദ്രങ്ങളിൽ, നമ്മുടെ കൂട്ടായ്മകളിൽ, നമ്മുടെ മിനിസ്ട്രികളിൽ, നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ സമൂഹങ്ങളിൽ, നമ്മുടെ സഭ മുഴുവനിലും നിറയുവാൻ നമ്മൾ ആദിമ സഭയോട് ചേർന്ന്, അപ്പോസ്തലന്മാരോട് ചേർന്ന്, പത്രോസ് പൗലോസ് ശ്ലീഹന്മാരോട് ചേർന്ന്, വിശുദ്ധാത്മാക്കളോട് ചേർന്ന്, രക്തസാക്ഷികളോട് ചേർന്ന്, സഭയുടെ കന്യകകളോട് ചേർന്ന് നമ്മൾ ഒന്നിച്ചു പ്രാർത്ഥിക്കുന്ന പരിശുദ്ധാത്മാവേ, ഈ ആത്മീയത ഞങ്ങൾക്ക് നൽകണമേ. പെന്തക്കോസ്തയുടെ ആത്മീയത വീണ്ടും സഭയിൽ വെളിപ്പെടട്ടെ. ഈശോ, പണ്ടത്തെ പോലെ നല്ലൊരു കാലം നാദാവി തന്നിടും എന്നെ പൂർണ്ണമായിന്ന് നാദാവിൻ സന്നിധിയിൽ. ആദിമ സഭയുടെ ചൈതന്യം പോലെ നല്ലൊരു കാലം നാദാവി തന്നിടും എന്നെ പൂർണ്ണമായിന്ന് നാദാവിൻ സന്നിധിയിൽ. പെന്തക്കോസ്ത നാളിൽ ശക്തമായി വീശിയ ആത്മാവിൻ കാറ്റയക്കൂ. പണ്ടത്തെ പോലെ ഐക്യവും സ്നേഹവും ഞങ്ങളിൽ വന്നിടുക. ഓ പൊന്നു പരിശുദ്ധാത്മാവേ, നാളിൽ ശക്തമായി വീശിയ ആത്മാവിൻ കാറ്റയക്കൂ. പണ്ടത്തെ പോലെ ഐക്യവും സ്നേഹവും കോർത്ത് പിടിച്ച കരങ്ങൾ ഉയർത്തിപ്പിടിച്ചേ. പണ്ടത്തെ പോലെ നല്ലൊരു കാലം നാദാവി തന്നിടും എന്നെ പൂർണ്ണമായി ഇന്ന് നാദാവി. അല്പം കൂടി സ്വരത്തിൽ ഒന്ന് ചേർന്ന്. പണ്ടത്തെ പോലെ നല്ലൊരു കാലം നാദാവി ഞങ്ങളുടെ കുടുംബങ്ങൾക്ക്, കൂട്ടായ്മകൾക്ക്, ഞങ്ങളുടെ സമൂഹങ്ങൾക്ക്, ധ്യാന കേന്ദ്രങ്ങൾക്ക്, സഭ മുഴുവനിലും ഈ ആത്മീയത, പെന്തക്കോസ്തയുടെ ആത്മീയത, പെന്തക്കോസ്തയുടെ സംസ്കാരം വെളിപ്പെടട്ടെ, വ്യാപരിക്കട്ടെ. പരിശുദ്ധാത്മാവേ, 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 നാദാവിൻ സന്നിധിയിൽ, നാദാവിൻ സന്നിധിയിൽ, നാദാവിൻ
നിൻ സന്നിധിയിൽ നാഥാ നിൻ സന്നിധിയിൽ. കരങ്ങൾ കൂപ്പി ശിരസ് നമിച്ച് സാധിക്കുന്നവർ മുട്ടുകുത്തി നിന്ന് നമ്മൾ ഈ ശുശ്രൂഷയുടെ അവസാനത്തിലേക്ക് വരികയാണ്. ഈ ഡുനാമിസ് പവർ ധ്യാന ശുശ്രൂഷയുടെ തുടർന്നുള്ള 1.5 മണിക്കൂർ സമയം നമ്മൾ ജാഗരിച്ച് 12 മണി വരെ, ഇന്ത്യൻ സമയം 12 മണി വരെ പരിശുദ്ധാത്മാവ് നൽകുന്ന ഈ ആത്മീയത, പെന്തക്കോസ്തയുടെ സംസ്കാരം, പെന്തക്കോസ്തയുടെ ശക്തി, പെന്തക്കോസ്തയുടെ ആ കൃപാവരങ്ങളെല്ലാം നമ്മിൽ നിറയെ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. കരങ്ങൾ കൂപ്പി ശിരസ് നമിച്ച് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശോയ്ക്കേ നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശോയ്ക്കേ നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശോയ്ക്കേ നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ സഹോദരങ്ങളെ, ടീം ഷെക്കേന ഒന്നിച്ച് പ്രാർത്ഥിക്കുകയാണ്. ബഹുമാനപ്പെട്ട നമ്മുടെ ജെയിംസ് മാക്കിലച്ചൻ അച്ഛൻ നമ്മുടെ ഒപ്പമുണ്ട്. സ്നേഹബഹുമാനപ്പെട്ട തോമസ് കുമിളി ബ്രദർ, എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ ഒപ്പം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ബഹുമാനപ്പെട്ട ആൻ്റണി മുക്കാട്ട് ബ്രദർ നമ്മുടെ ഒപ്പമുണ്ട്. ബഹുമാനപ്പെട്ട ജോജി ബ്രദറുണ്ട്. മറ്റ് അനേകർ ഈ സ്റ്റുഡിയോയിൽ പ്രാർത്ഥന നിരതരാണ്. പല മക്കളും ഒന്നിച്ച് പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ദിക്കിലാണെങ്കിലും ഏത് സ്ഥലത്താണെങ്കിലും ഈ സമയം ഒന്നിച്ച് പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവ് നൽകുന്ന നവമായ അഭിഷേകത്തിന് വേണ്ടി ഈ പെന്തക്കോസ്തയുടെ ആത്മീയത കാട്ടുതീ പോലെ സഭയിൽ പടരുവാൻ, കുടുംബങ്ങളിൽ പടരുവാൻ, ദേശങ്ങളിൽ പടരുവാൻ, കോവിഡിനേക്കാളും വലിയൊരു പകർച്ചവ്യാധി പോലെ പെന്തക്കോസ്തയുടെ ആത്മീയത സഭ മുഴുവനിലേക്കും പടരുവാൻ നമ്മൾ ഈ സമയങ്ങളിൽ പ്രാർത്ഥിക്കുകയാണ്. ഒന്നിച്ച് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെല്ലാം നമ്മൾ ടീം ഷെക്കേന മുഴുവനെയും, അതുപോലെ ബേബി ജോൺ ബ്രദർ ഉണ്ടായിരുന്ന അദ്ദേഹത്തിന് മറ്റൊരു പ്രധാന കാര്യമുള്ളതുകൊണ്ട് കുറച്ച് മുമ്പ് പോയി. അതുപോലെ ബോസ്കൊച്ചൻ, അദ്ദേഹം നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്നു. ജെയിംസ് മഞ്ഞാക്കിലച്ചൻ, അദ്ദേഹം ഇത്രയും ക്ഷീണിതനാണെങ്കിൽ പോലും ഇവിടെ കടന്നു വന്ന് കോട്ടയത്ത് അതിരമ്പുഴ കാരിസ് ഭവൻ ധ്യാന കേന്ദ്രത്തിൽ നിന്ന് ഇവിടെ വന്ന് ശുശ്രൂഷ ചെയ്തു. അങ്ങനെ അനേകം വൈദികർ അവരുടെ പൗരോഹിത്യ കരങ്ങളിൽ ശുശ്രൂഷയ്ക്ക് നീട്ടി തന്നിട്ടുണ്ട്. അനേകം സമർപ്പിതർ പ്രാർത്ഥിക്കുന്നു, ആത്മായ പ്രേക്ഷിതർ പ്രാർത്ഥിക്കുന്നു. നമുക്കൊന്നിച്ച് സഭയുടെ സമ്പന്നതകളോട് ചേർന്ന് തുറന്നുള്ള സമയം നമ്മൾ ഒരുമിച്ചൊരു മനസ്സോടെ പ്രാർത്ഥിക്കുകയാണ്. സ്തുതിക്കുന്നു. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. ആമേൻ.